അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ അധ്യയന വർഷത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ആഫ്റ്റർ VHS. VHS കോഴ്സ് പഠിച്ച് പാസ്സായതിനു ശേഷം ഏതൊക്കെ കോഴ്സുകളിൽ ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളും ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും 4 പ്രോഗ്രാം വെച്ച് നമ്മൾ സംഘടിപ്പിക്കും. 4 സ്ട്രീമായിട്ടാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ ആൻഡ് അഗ്രികൾച്ചർ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ഉപരിപഠന സാധ്യതയായ BO കോഴ്സുകളെ കുറിച്ച് നമ്മളൊരു സ്ട്രീം ആലോചിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നടത്തുന്ന BO കോഴ്സുകളും അതുപോലെ തന്നെ TIS നടത്തുന്ന BO കോഴ്സുകളെ കുറിച്ച് നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കും. ഈ 3 വെബിനാർ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെഷൻ സംഘടിപ്പിക്കുന്നത് BO കോഴ്സുകളെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കൊല്ലം ജില്ലയിലെ കരിയർ മാസ്റ്റർമാർ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സെല്ലിൽ നിന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുക. ആദ്യം കഴിഞ്ഞ 2 വെബിനാറും വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സംഘടിപ്പിക്കേണ്ടത്. എനിക്ക് വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ വെബിനാർ കേൾക്കുന്ന സമയത്ത് ഇയർഫോൺ കഴിയുന്നത് ഒഴിവാക്കി നിങ്ങളുടെ പാരൻസ് ഉൾപ്പെടെ അവിടെ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരുണ്ടെങ്കിലും ഈ സെഷൻ അവരെല്ലാവരും കേൾക്കും. കാരണം നമ്മളെ തുടർ പഠനത്തിന് നമ്മൾ ഒരു പരിധിവരെ സഹായിക്കുന്നത് നമ്മുടെ പാരൻസ് തന്നെ, അധ്യാപകരും അതുപോലെ തന്നെ പാരൻസ്. അപ്പൊ ഈ കോഴ്സുകളെ കുറിച്ച് പറയുന്നത് ഷാഹു സാർ വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങളെക്കാളും ചിലപ്പോൾ കൂടുതൽ സംശയങ്ങൾ നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്ററിനോ അല്ലെങ്കിൽ ബ്രദറിനോ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടെ ഇതിനകത്തൊന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് നമുക്ക് ഈ വെബിനാറുകളിലൂടെ ലഭിക്കും. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പൊ നിങ്ങളുടെ ഉപരിപഠനത്തിന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഡൗട്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിനായിരിക്കും കൂടുതൽ കൺസേൺ. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ വരും. അപ്പൊ നിങ്ങൾ വെറുതെ ഇയർഫോൺ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മാത്രമേ ഇത് കേൾക്കാൻ സാധിക്കൂ. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ പൊതുസമൂഹത്തിന് നമ്മുടെ ഈ വെബിനാർ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉപയോഗപ്പെടുത്തും എന്നുള്ള ആഗ്രഹം. കൂടാതെ നമ്മൾ ഈ വെബിനാർ കൊണ്ട് ലക്ഷ്യമിടുന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾ കോഴ്സുകളിൽ ചെന്ന് ചേരുന്നത് ഒന്നുകിൽ അവരുടെ സുഹൃത്തുക്കൾ പറയുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പല രീതിയിലുള്ള ഫോൺ കോളുകൾ നമ്മളെ വീട്ടിൽ വരാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജുകൾ പറഞ്ഞുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊഴിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് പല വിദ്യാർത്ഥികളും ചതിക്കുഴിയിൽ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കോഴ്സ് വലിയ ഫീസ് ലക്ഷങ്ങൾ മുടക്കി കോഴ്സുകൾ ചേരുകയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പലപ്പോഴും ലോൺ എടുത്താണ് പല വിദ്യാർത്ഥികളും കോഴ്സുകൾ ചേരുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റിന് അംഗീകാരമില്ല, ജോബ് കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ ഈ കരിയർ വെബിനാർ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൃത്യമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങളെ അറിയിക്കുക, സർട്ടിഫൈഡ് കോഴ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും അനുസരിച്ച് കോഴ്സിൽ ചേരാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ആഫ്റ്റർ VHS എന്ന് പറഞ്ഞ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ഷാജു സാറിന്, ഫോർമർ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് ഓഫീസറാണ്, അദ്ദേഹത്തിന് പല ജില്ലകളിലും നമ്മുടെ ആഫ്റ്റർ VHS എന്ന പ്രോഗ്രാം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിന് വകുപ്പിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഉദ്ഘാടന സെഷൻ അങ്ങനെ ഫോർമൽ ഇനാഗുറൽ സെഷനൊക്കെ അവോയ്ഡ് ചെയ്ത് നേരിട്ട് ക്ലാസ്സിലോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയപ്പോൾ ഒരു അരമണിക്കൂറോളം നമുക്ക് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി കഴിയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെഷനിലോട്ട് ആരംഭിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലോട്ട് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും ആദ്യത്തെ 1 മണിക്കൂർ സെഷൻ കഴിഞ്ഞതിന് ശേഷം മാക്സിമം ഒരു ഇന്ററാക്റ്റീവ് സെഷനിലോട്ട് കടക്കും. നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ എല്ലാ കോഴ്സുകളെ ഒരുമിച്ചാണ് വെബിനാർ സംഘടിപ്പിച്ചത്. അത് കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും ടൂറിസംകാർക്കും അഗ്രികൾച്ചർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ കൊമേഴ്സുകാർക്ക് വലിയ താല്പര്യം കാണാറില്ല.
കൊമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എഞ്ചിനീയർക്കാർക്ക് വലിയ താല്പര്യം കാണാറില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ 4 സ്ട്രീമിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ അവസരം ലഭിക്കുക, നിങ്ങൾ കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു നല്ല അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലയുടെ പാരാമെഡിക്കൽ ആൻഡ് അഗ്രികൾച്ചർ വെബിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറേ തുടങ്ങാമോ? സാർ സ്റ്റാർട്ട് ചെയ്യാം സാറേ. ഓക്കെ, താങ്ക് യു. കാണാൻ പറ്റില്ല സാറേ, സ്ലൈഡ് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റുന്നുണ്ട് സാറേ. താങ്ക് യു. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ് കോർഡിനേറ്റർ റിയാസ് സാർ, ജില്ലാ കോർഡിനേറ്റർ, സബ്ജക്ട് കോർഡിനേറ്റർ, മാതാപിതാക്കളെ, അനിയന്മാരെ, അനീത്തിമാരെ, എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ അലൈഡ് കോഴ്സസ്, പാരാമെഡിക്കൽ, അഗ്രികൾച്ചർ കോഴ്സുകളെ കുറിച്ചാണ്. ഞാൻ സമയക്കുറവ് ഉള്ളത് കൊണ്ട് നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എന്തിനാണ് വിദ്യാഭ്യാസം? എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? അറിവ് നേടുന്നതിനും ജോലി ലഭിക്കുന്നതിനും ഇതായിരിക്കും നിങ്ങളുടെ ഉത്തരം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോലി എന്നത് ജീവിതം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജോലി ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമല്ലെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ജോലി ജീവിതമാണെങ്കിൽ അതിലൂടെ വ്യക്തികൾക്കും സമൂഹത്തിനും സന്തോഷം നൽകുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ജോലി കൊണ്ടാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. VHSC പഠനം അവസാനിക്കുന്നതിനോടുകൂടി നിങ്ങളുടെ ജീവിതം ആസൂത്രണം ചെയ്യേണ്ട സമയം എത്തുകയാണ്. പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കപ്പെട്ടു. എല്ലാവരുടെയും അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം തന്നെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഇനി എന്താണ് പരിപാടി? ഇനി ഏത് കോഴ്സിനാണ് പഠിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഒരു ജോലി ലക്ഷ്യമിട്ട് വേണം VHSC കഴിഞ്ഞ് നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ. ഇംഗ്ലീഷില് നമുക്ക് ഏറ്റവും പരിചയമുള്ള 2 വാക്കുകളുണ്ട്. ഒന്ന് ട്രാവൽ, യാത്ര ചെയ്യുക, സഞ്ചാരം നടത്തുക, പര്യടനം നടത്തുക. മറ്റൊരു വാക്കുണ്ട് വാണ്ടറിങ്, അലഞ്ഞു നടക്കുക. ഈ അലഞ്ഞു നടക്കുന്നവർക്ക് ലക്ഷ്യമില്ല, പക്ഷേ ഈ യാത്ര ചെയ്യുന്നവർക്ക് ലക്ഷ്യമുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്നുള്ള ലക്ഷ്യം. A man without a goal is like a ship without a radar. കൃത്യമായ ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യൻ ദിശാസൂചികയില്ലാത്ത കപ്പൽ പോലെയാണ്. ദിശാസൂചികയില്ലാത്ത കപ്പൽ പാറകളിലും മഞ്ഞുമലകളിലും ഒക്കെ ഇടിച്ച് മുങ്ങിത്താഴുന്നത് പോലെ ലക്ഷ്യനിർണയം നടത്താത്ത ഒരു വിദ്യാർത്ഥി പരാജയത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും വീഴുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനമില്ലെങ്കിൽ
എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാതെ പുറപ്പെട്ട ഒരു കപ്പൽ പോലെയാണ്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഗോൾ വല ലക്ഷ്യമാക്കി മുന്നേറുന്നത് നിങ്ങൾ ആസ്വദിക്കാറില്ലേ? ഫുട്ബോൾ കളിയിലെ ഗോളി ഇങ്ങേ അറ്റത്ത് നിന്ന് അടുത്തുള്ള ബാക്കിന് പന്ത് കൊടുക്കുമ്പോഴും അങ്ങകലെ എതിരാളിയുടെ ഗോൾ മുഖമായിരിക്കും കളിക്കാരുടെ ലക്ഷ്യം. കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലി തരപ്പെടുത്തുക എന്നതിന് പകരം ഭാവിയിൽ എന്താകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം. 1ാം ക്ലാസ് മുതൽ ഈ VHSC വരെയുള്ള ക്ലാസ്സുകളിൽ യാതൊരു സ്റ്റോപ്പുമില്ലാതെ ഒരു തോൽവിയും അറിയാതെയുള്ള ഒരു റോഡിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. 1ാം ക്ലാസ് കഴിഞ്ഞു, 2ാം ക്ലാസ് 2 കഴിഞ്ഞു, 3, 4 അങ്ങനെ. ഈ VHSC പഠനം കഴിഞ്ഞതോടുകൂടി നിങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ റോഡ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പല വിധത്തിൽ അങ്ങോട്ട് ഡൈവേർട്ടായിരിക്കുക. VHSCയുടെ റിസൾട്ട് അറിഞ്ഞു. നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ട്രാഫിക് ലൈറ്റിന്റെ മുമ്പിൽ നിങ്ങളുടെ VHSCയുടെ സർട്ടിഫിക്കറ്റുമായി ഇനി എങ്ങോട്ട് എന്ന ചോദ്യമായി നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും കേരളത്തിൽ ഇറങ്ങുന്ന സകല ദിനപത്രങ്ങളിലും ടിവിയിലും വാട്സപ്പിലൂടെയും ഓരോ കോഴ്സിന്റെയും പരസ്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരസ്യം കണ്ട് നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയായി മാറും. VHSC കഴിഞ്ഞ് എനിക്ക് ആകണം? ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകാം, നേഴ്സ് ആകണം, ടീച്ചറാകാം, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അതൊരു ലക്ഷ്യമായി മാറും. ഒരു 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം എന്നുള്ള ഒരു വ്യക്തമായ ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. VHSC കഴിഞ്ഞ് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുക എന്നത് ഒരു ജോലിയിലേക്ക്, ഒരു കരിയറിലേക്കുള്ള പാലമാണ്. അപ്പൊ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു പാലമാണ്. എങ്ങോട്ട്? കരിയറിലേക്കുള്ള പാലമാണ്. എന്നെ കേൾക്കുന്ന 95% വിദ്യാർത്ഥികളും ഒരു കോഴ്സ് VHSC കഴിഞ്ഞ് തെരഞ്ഞെടുക്കുന്നത് ഒരു ജോലി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ജോലി എന്താണെന്നാണ് പലരും ചോദിക്കാറ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ അറിയേണ്ടത് അതിൻ്റെ ജോലി സാധ്യതകളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി അറിഞ്ഞതിന് ശേഷം ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുക. അതനുസരിച്ച് നിങ്ങൾ ഒരു കരിയർ പ്ലാനിങ് നടത്തുക. എന്തെല്ലാമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ VHSC? ഒരു കാര്യം ഓർക്കണം, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. VHSC കഴിഞ്ഞ് ഒരു കോഴ്സ് എടുക്കുന്നതോട് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാകുന്നത്. VHSC കഴിഞ്ഞു, നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതി നിങ്ങൾ ഒരു ഡോക്ടറായി മാറുന്നു. കീമിന്റെ പരീക്ഷ എഴുതിയാൽ നിങ്ങൾ ഒരു എഞ്ചിനീയറായി മാറുന്നു. ഇന്റഗ്രേറ്റഡ് LLB വിളിക്കാൻ പോവുകയാണ്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വക്കീലാകുന്നു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ VHSC കഴിഞ്ഞ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കോർഡിനേറ്റർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ റിയാസ് സാറ് പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ്സ്, അഭിരുചി. നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും പ്രത്യേകതയുള്ളവരാണ്. ഏതെങ്കിലും ഒരു കഴിവ് ഓരോരുത്തരും വേണ്ടുവോളമുണ്ട്. അതേസമയം മറ്റു ചില കഴിവുകൾ നമ്മളിൽ ഇല്ലെന്നും വരാം. ഇത്തരം ജന്മനായുള്ള കഴിവുകളെ ആണ് നാം അഭിരുചി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചില വിദ്യാർത്ഥികൾ ഇത്തരം കഴിവുകളെ സ്വയം തിരിച്ചറിയുന്നു. മറ്റു ചിലർ ചില അഭിരുചി നിർണയ പരീക്ഷ വഴിയും ഇത്തരം അഭിരുചികളെ തിരിച്ചറിയുന്നു. അപ്പോൾ ഇത്തരം അഭിരുചി മനസ്സിലാക്കി
നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ നന്നായി തിളങ്ങുവാൻ സാധിക്കും. സമയമൊക്കെ കിട്ടുമ്പോൾ ഗൂഗിളിലൊക്കെ പോയിട്ട് ഫ്രീ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് അടിച്ചു നോക്കാം. ഫ്രീ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ ചില ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ കാണാം. അതൊക്കെ വഴി നമുക്കൊരു സൂചന ലഭിക്കും. ഈ ചിത്രം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലുണ്ടാവും. സ്ഫടികം എന്നുള്ള ഒരു ചിത്രം. എനിക്ക് ഒരാളൊന്ന് മ്യൂട്ട് ചെയ്ത് തരൂ കേട്ടോ, ഒരാള് മാത്രം. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഈ ചിത്രം സ്ഫടികം. ഈ സ്ഫടികം എന്ന ചിത്രത്തിൽ നമ്മുടെ കഥാനായകനായ മോഹൻലാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സോപ്പ് പെട്ടിയില് റേഡിയോ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. സ്കൂളിലേക്കുള്ള കൈമണി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ മോഹൻലാലിൽ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറുടെ അഭിരുചി ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അത് ജന്മനായുള്ള ഒരു വാസനയായിരുന്നു. പക്ഷെ നമ്മുടെ ചാക്കോ മാഷ തിലകൻ എന്താണ് പറഞ്ഞത്? ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിതൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യമാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിരുചി മനസ്സിലാക്കാതെ കണക്ക് പഠിപ്പിച്ചു. ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? ഇവിടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും മക്കളിലൂടെ സാക്ഷാത്കരിച്ച് നിർവൃതി അടയാൻ വെമ്പൽ കൊള്ളുന്നതാണ് ഞാൻ കണ്ടത്. ഇവിടെ ഞാൻ മാതാപിതാക്കളെ കുറ്റം പറയുകയല്ല. ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ അഭിരുചി മനസ്സിലാക്കി വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വിദ്യാർത്ഥിയുടെ പഠനശേഷി, ലേണിംഗ് എബിലിറ്റി. ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയാണ്, പ്രയോഗിക്കുന്നതിലെ വ്യത്യാസമുള്ളൂ എന്ന് പലരും ഭംഗി വാക്ക് പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. ബുദ്ധിശക്തിയുടെ നിലവാരം പലരിലും പലതരമാണ് എന്ന് ശാസ്ത്രീയമായ IQ ടെസ്റ്റുകൾ തെളിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി കോഴ്സ് തിരഞ്ഞെടുക്കണം. തങ്ങളുടെ മക്കൾക്ക് പഠിച്ച് വിജയിക്കാൻ പറ്റാത്ത കോഴ്സുകളിൽ ചേർക്കാതിരിക്കാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. പക്ഷേ താങ്ങാനാവാത്ത ഒരു ഭാരം തലയിൽ കയറ്റി വെച്ചാൽ ആരുടെയും കഴുത്ത് ഒടിഞ്ഞു പോകും. മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ കപ്പാസിറ്റി, സാമ്പത്തികം. നമ്മുടെ സാഹചര്യങ്ങൾ, പ്രധാനമായും സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരു കോഴ്സ് പഠിക്കാൻ ഉതകുന്നതാണോ എന്ന് ചിന്തിക്കണം. ഒരു കോഴ്സിന് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും പല വിധത്തിൽ പല ഫീസുകൾ ഈടാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൈലറ്റ് പഠിക്കാൻ മോഹമുള്ളവർ വീടും പുരയിടവും വിറ്റ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാൻ പോകരുത്. അപ്പൊ നമ്മുടെ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതിനെ കുറിച്ചും അതിന്റെ നടപടികളെ കുറിച്ചൊക്കെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്രൂവൽ ഓഫ് കോഴ്സസ്, കോഴ്സുകളുടെ അംഗീകാരം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനേകം വിദ്യാർത്ഥികൾ +2 അല്ലെങ്കിൽ VHSC ഡിഗ്രി ഒക്കെ കഴിഞ്ഞ അനേകം വിദ്യാർത്ഥികൾ പല കമ്പ്യൂട്ടർ കോഴ്സസ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ചേർക്കാൻ വരും. കാണാൻ നല്ല ഭംഗിയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. മാതാപിതാക്കളുടെ പോക്കിൽ നിന്ന് ഒരു 10,000 രൂപയെങ്കിലും മുടക്കി കാണും ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കമ്പ്യൂട്ടറിന്റെ. ഞാനൊരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എംപ്ലോയ്മെന്റിൽ ഇത്രയുമുള്ള സർട്ടിഫിക്കറ്റിൽ ചേർക്കാൻ വരുമ്പോഴാണ് ഞങ്ങൾ പറയും ഇതിന് യാതൊരു അംഗീകാരവും ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ മക്കളെ ഏത് കോഴ്സ്, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞാലും ഏത് കോഴ്സ് ചേർക്കാൻ പോയാലും ആ കോഴ്സിന് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവരെല്ലാമാണ് അംഗീകാരങ്ങൾ തരുന്നത്. ഒരു എഞ്ചിനീയറിംഗ്, MBA, ഫാർമസി, ഹോട്ടൽ മാനേജ്മെന്റ്, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ കോഴ്സസ് ആണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ഡെന്റൽ, ഇന്ത്യൻ ഡെന്റൽ കൗൺസിൽ, ഹോമിയോപ്പതി ആണെങ്കിൽ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ, യുനാനി, സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ, ആർക്കിടെക്ചർ, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. നഴ്സിംഗ് കോഴ്സസ് ആണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, എഴുതിയെടുക്കണം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം. അതുപോലെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. പാരാമെഡിക്കൽ കോഴ്സസ്, ഇന്ത്യൻ പാരാമെഡിക്കൽ കൗൺസിലിന്റെ. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. അഗ്രികൾച്ചർ, ഫിഷറി, വെറ്റനറി, ഫോറസ്ട്രി, ഹോർട്ടിക്കൾച്ചർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഐക്ക. ട്രാവൽ ആൻഡ് ടൂറിസം ആണെങ്കിൽ അയാട്ട കോഴ്സുകൾ ഏറ്റവും നന്നായിരിക്കും. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. എയർലൈൻ കോഴ്സസ് ആണെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകരിക്കണം. ഒരു ടീച്ചിങ് കോഴ്സസ്,
നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ലേണിംഗ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതെല്ലാം പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. വിദ്യാർത്ഥികളെ വീഴ്ത്തുന്ന നഴ്സിംഗ് ചതിക്കുഴികൾ, മാതൃഭൂമി പത്രത്തിൽ വന്നാണ്. ഇതുപോലെയുള്ള നഴ്സിംഗ് ചതിക്കുഴികൾ കേരളത്തിന് പുറത്ത് ഇപ്പോഴും ഉണ്ട്. അതാണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ പറഞ്ഞത്, പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് എന്നുള്ള കാര്യം. റിസൾട്ട് അറിഞ്ഞു, അത് നമ്മൾ സൂക്ഷിക്കണം. ഇത് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ കുറെ വിദ്യാർത്ഥികളുടെ കഥ ഹിന്ദു പത്രത്തിൽ വന്നതാണ്. യാതൊരു അംഗീകാരമില്ലാത്ത ഒരു കോഴ്സ് കൊണ്ടുപോയി ചേർത്തു. 2ാമത്തെ വർഷമായപ്പോൾ കോഴ്സിന് അംഗീകാരമില്ല. ഇനി മറ്റൊരു വിഷയമാണ് ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാളിറ്റി, സ്ഥാപനത്തിന്റെ മികവ്. നമ്മളെ മക്കളെ ചേർക്കാൻ പോകുന്ന സ്ഥാപനം, അതിനെല്ലാം അംഗീകാരമുണ്ടോ? അതുപോലെ തന്നെ അതിനുള്ള അപ്രൂവലൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞു AICT പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അംഗീകാരമുണ്ടോ? അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥാപനത്തിന്റെ മികവൊക്കെ അനുസരിച്ച് ക്യാമ്പസ് പ്ലേസ്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തനിച്ചോ ഒന്നിലധികം കമ്പനികൾ ചേർന്നോ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കാറുണ്ട്. സ്ഥാപനത്തിന്റെ ഉയർന്ന പഠന സൗകര്യങ്ങൾ, അക്കാഡമിക് നിലവാരം, അച്ചടക്കം, പഠന വിഷയങ്ങൾക്ക് പുറമെയുള്ള പാഠവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം മുതലായവയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ആ സ്ഥാപനത്തിലുണ്ടോ? അതുപോലുള്ള കാര്യങ്ങള്, അതിലൊക്കെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, NIRF എന്ന് പറയും. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ NIRF-ൽ പോയാൽ നമ്മൾ ചേരാൻ പോകുന്ന ഓരോ സ്ഥാപനത്തിന്റെ മികവ് അറിയാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. 25ാമത്തെ റാങ്കിൽ നിൽക്കുകയാണ്. മാർ യുവാനിയോസ് കോളേജ് പ്രസന്റേഷൻ ഒന്ന് നോക്കണേ. എന്നാ കാണാൻ പറ്റില്ലേ? അതെ, സ്റ്റോപ്പ് ആയോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, മെയിൻ സ്ക്രീന് വരുന്നില്ല. കാണാം. അവിടുത്തെ നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ടീച്ചറെ. വരുന്നുണ്ട്. ഇല്ല സർ, വേറെ ആരോ ഇതിനിടയിൽ പ്രസന്റ് ചെയ്തപ്പോൾ അതങ്ങ് ഇതായിപ്പോയി. അത് സൈഡ് സ്ക്രീൻ ആയിപ്പോയി, മെയിൻ സ്ക്രീൻ നിന്ന് മാറി. ഒന്നും കൂടി കൊടുക്കേണ്ട ഒരു നോക്കട്ടെ ടീച്ചറെ. അതെ, വേറെ ആരാണ്ടോ ചെയ്തു. പോയോ? വന്നു സർ. ആരും പ്രസന്റ് ചെയ്യില്ലേട്ടോ, സമയം വളരെ കുറവാണ് എനിക്ക് തന്നേക്കണേ. ആരും പ്രസന്റ് ചെയ്യില്ലേ. അപ്പൊ സ്ഥാപനത്തിന്റെ മികവ്, അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കോളേജിൽ ചേരാൻ പോവാണെങ്കിൽ നമ്മുടെ കേരളത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ റാങ്ക് 25, തിരുവനന്തപുരം മാർ യുവാനിയോസ് കോളേജിന്റെ NIRF റാങ്ക് 44. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആ ഗൂഗിളിൽ പോയിട്ടൊന്ന് നോക്കണം. ദെൻ ഏർലി പ്ലേസ്മെന്റ്, DHS കഴിഞ്ഞ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു, ഒരു ജോലി ലഭിക്കുമോ എന്നുള്ള കാര്യം, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം ജോബ് ലൊക്കേഷൻ. ഒരു കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞു, എവിടെ നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം. ഇപ്പൊ BPharm എന്നുള്ള കോഴ്സ് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. ആ BPharm എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫാർമസി, 4 വർഷത്തെ കോഴ്സാണ്. ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ലഭിക്കേണ്ടത് ഒരു മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയിലാണ്, മരുന്നെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ. അപ്പൊ BPharm കഴിഞ്ഞു. അത്തരത്തിലുള്ള കമ്പനി കേരളത്തിൽ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അപ്പൊ കേരളത്തിന് പുറത്തു പോകേണ്ടി വരും. അപ്പൊ കേരളത്തിന് പുറത്തു പോയി ഒരു ജോലി സംഘടിപ്പിക്കാൻ പോകുമ്പോഴാണ് അമ്മയും അച്ഛനും പറയുന്നത് അത് പറ്റില്ല, കേരളത്തിൽ നിന്നാ മതി. അപ്പൊ അങ്ങനെ BPharm പഠിച്ചു കഴിഞ്ഞാൽ മക്കളായിരിക്കും ചിലപ്പോ നിങ്ങളുടെ കൊല്ലത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലും ആശുപത്രികളിലും മരുന്ന് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്. മരുന്ന് എടുത്തു കൊടുക്കുവാൻ BPharm വേണ്ട, അവിടെ BPharm മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ. സമയമൊക്കെ വളരെ കുറവാണെന്ന് അറിയാമല്ലോ. PHS റിസൾട്ടും വന്ന് ഓരോരോ അഡ്മിഷനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പരീക്ഷയാണ് നീറ്റ് എന്നുള്ള പരീക്ഷ. PHSC സയൻസ് പഠനത്തിന് ശേഷം മെഡിക്കൽ മേഖലയിലേക്ക് കടക്കുന്നവർക്ക് എഴുതേണ്ട ഏക പ്രവേശന പരീക്ഷയാണ് നീറ്റ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഞാൻ ഇത്ര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കാം. ഈ നീറ്റിലൂടെ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ സാധിക്കും? ആ പരീക്ഷ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ
MBBS, BDS, ആയുർവേദം, സിദ്ധ, യുനാനി, അതുപോലെ ഹോമിയോ 15% വെറ്റിനറി. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ MBBS പഠിക്കണമെങ്കിൽ ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യണം. 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ വിദേശത്ത് പോയാൽ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ ജിപ്മർ എന്ന സ്ഥാപനത്തിൽ BSc നഴ്സിംഗ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ്, ഒരു 8 കേന്ദ്ര സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ഈ വർഷം BSc മിലിറ്ററി നഴ്സിംഗ് പഠിക്കുന്നതിന് നീറ്റിലൂടെ ആക്കി. അതുപോലെ തന്നെ നീറ്റ് റാങ്ക് സ്കോർ അനുസരിച്ച് പരിഗണിച്ച് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ബാച്ചിലർ ഓഫ് സയൻസ് പഠിക്കുന്നതിന് മറ്റൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ബേസിക് നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലെ ബിരുദ പ്രോഗ്രാമിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ, അവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടില്ല, ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിൽ 10,000-നുള്ളിൽ റാങ്ക് ഉള്ളവർക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അതാണ് ഷീ എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. നീറ്റ് പരീക്ഷ എഴുതുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നിങ്ങൾക്ക് അറിയാം. 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോടെക്നോളജിയിൽ ഉണ്ടായാൽ മതി. അത് OBC-യിലാണെങ്കിൽ 40, SC-യിലാണെങ്കിൽ 40, ST-യിലാണെങ്കിൽ 40. അതാണ് അതിന്റെ കാറ്റഗറി. നീറ്റ് പരീക്ഷ 17-ാം തീയതി നടക്കുന്നു. 3 മണിക്കൂർ 20 മിനിറ്റാണ് പരീക്ഷ. പരീക്ഷ ഘടന ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഫിസിക്സിൽ തന്നെ സെക്ഷൻ A 35 ചോദ്യങ്ങൾ, 140 മാർക്ക്. സെക്ഷൻ ബിയില് 15 ചോദ്യങ്ങൾ, അതിൽ നമ്മൾ 10 എഴുതിയാൽ മതി, 40 മാർക്ക്. അതുപോലെ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ബോട്ടണിയിലും അതുപോലെ തന്നെ സുവോളജിയിലും അതുപോലെ അങ്ങനെ 720-ലാണ് ഇതിന്റെ മാർക്ക് വരുന്നത്, ഇതിന്റെ സ്കോർ. 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് പരീക്ഷയുടെ ഇതിന്റെ സമയകാര്യങ്ങളെല്ലാം. ഇതിന്റെ 1:30 മണി മുതൽ ഇതിന്റെ എക്സാം ഹാളിൽ ചെല്ലണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ആ പ്രോസ്പെക്ടസിലൂടെയും നിങ്ങളുടെ അഡ്മിഷൻ കാർഡിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവര് നാഷണൽ ടെസ്റ്റ് അഭ്യാസ്, ഇതൊന്ന് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്കിതിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നീറ്റ് പരീക്ഷയെ കുറിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നാഷണൽ ടെസ്റ്റ് അഭ്യാസ്. ഇനി ഇത് ക്വാളിഫൈ ചെയ്യാനുള്ള പെർസെന്റേജിനെ കുറിച്ചാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പെർസെന്റേജ് അല്ല ഇതിന്റെ കട്ട് ഓഫ്. 50% 15th പെർസെന്റേജിൽ വരണം വിദ്യാർത്ഥികൾ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അത് വളരെ എളുപ്പത്തിൽ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മനസ്സിലാവുന്ന വിധത്തിൽ. ഒരു 10 ലക്ഷം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്, പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത് എങ്കിൽ അതില് 50% 15th പെർസെന്റേജിൽ വരുന്ന, അതായത് ആ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥിയിൽ വരുന്ന ആ സ്കോറാണ് 15th പെർസെന്റേജ്. അത് 14th പെർസെന്റിലേക്ക് വരും അൺറിസർവ്ഡ്, EWS, ഹാൻഡിക്യാപ്ഡ്, ഭിന്നശേഷിക്കാരാണെങ്കിൽ. 14th പെർസെന്റേജിലേക്ക് വരും OBC, SC, ST, OBC, PH, SC, PS, then ST. ഒരു കട്ട് ഓഫ് പെർസെന്റേജ്. then ഓരോ വർഷമുള്ള പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കും. 2017 പെർസെന്റേജ് എങ്ങനെയായിരുന്നു? 131 മാർക്ക്. 2018 119 മാർക്ക്. 19 134, 2020 148. കഴിഞ്ഞ വർഷം 138 ആയിരുന്നു അതിന്റെ സ്കോർ. 720 ഒരു 138 മാർക്ക് കിട്ടുന്നവർ ക്വാളിഫൈ ചെയ്യും. പെർസെന്റേജിലാണ്, അത് മറന്നു പോയത്. പെർസെന്റേജ് അല്ല. പെർസെന്റേജ് ആണെങ്കിൽ നമുക്ക് 720 360 മാർക്ക് കിട്ടണം. ഇതിൽ പെർസെന്റേജിലാണ്. വീണ്ടും ഇതുപോലെയാണ് ഇതിന്റെ സ്കോർ കാർഡൊക്കെ നമുക്ക് ലഭിക്കുന്നത്. സ്കോർ കാർഡ് ഇതുപോലെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത് MBBS, BDS ഒക്കെ ആണെങ്കിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിലൂടെയാണ്. ആ സൈറ്റ് അഡ്രസ് ഒന്ന് നോട്ട് ചെയ്യണം, www.mcc.nic.in. നമ്മൾ നീറ്റ് പരീക്ഷയൊക്കെ നമ്മളെ മക്കള് വളരെ പാടുപെട്ടൊക്കെ എഴുതി നല്ല സ്കോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് ശരിക്കും മനസ്സിലാക്കണം. 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് നമ്മുടെ ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ ആണെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെല്ലാം 15% ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയും. ആ സീറ്റുകൾ നികത്തുന്ന സംവിധാനം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ എയിംസ് സ്ഥാപനങ്ങളുടെ, ജിപ്മർ സ്ഥാപനങ്ങളുടെ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി,
അതുപോലെ തന്നെ AFMC നമുക്ക് MBBS പഠിക്കുന്നതിന്റെ അവിടുത്തെ രജിസ്ട്രേഷൻ പാർട്ട്, അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് MCC നടത്തുന്നത്. ESIയുടെ പരിധിയിൽ വാർഡ്സ് ഓഫ് ESIC ഇൻഷുർഡ് പേഴ്സൺ, നമ്മുടെ മാതാപിതാക്കൾ ESIയുടെ പരിധിയിൽ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോളേജുകളിലുള്ള അഡ്മിഷൻ, അതുപോലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത് ഈ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിലൂടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 20 സ്ഥാപനങ്ങളുണ്ട്. ജിപ്മർ പുതുച്ചേരി കാരക്കൽ, അതുപോലെ തന്നെ പൂനെയിലെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ 42ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. 42ഓളം ഡീംഡ്, അതിലൊന്നാണ് നമ്മുടെ കേരളത്തിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിലുള്ള. അപ്പൊ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MBBS പഠിക്കാം, പക്ഷെ അവിടെ ഫീസ് വളരെ കൂടുതലാണ്. ഞാൻ ഫീസ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. 11,15,000, 20 ലക്ഷം, അങ്ങനെ ഫീസ് നിരക്ക് ഓരോ വർഷം കൂടുതലാണ്. ഇപ്പൊ അമൃതയിലേക്കാണെങ്കിൽ 18 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ റാങ്ക് കുറവാണെങ്കിലും ഇത്തരത്തിലൊക്കെ ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MBBS ഒക്കെ പഠിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ ആയുഷ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ ഗവൺമെന്റ് കോളേജുകളിലെയും ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ 100% സീറ്റുകളും, സെൻട്രൽ യൂണിവേഴ്സിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതിന്റെ സീറ്റുകളിലെ കൗൺസിലിംഗ് പ്രോസസ്സ് നടത്തുന്നത് ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. www.aacc.gov.in ഇതാ ഈ സൈറ്റിലൂടെയാണ് അതിന്റെ ഈ കാണുന്ന ആ 15% സീറ്റുകളും 100% ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ സീറ്റുകളെല്ലാം നികത്തുന്നത് ഈ സംവിധാനത്തിലൂടെ കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 15% വെറ്റിനറി നികത്തുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈറ്റിലൂടെയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തില് MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ BSc അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, BSc ഫോറസ്ട്രി, പുതിയതായിട്ട് വന്നിട്ടുള്ള BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ദെൻ BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി, അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ BTech ബയോടെക്നോളജിയാണ്. അപ്പൊ ഈ കോഴ്സ് നമുക്ക് മാത്സ് ഇല്ലാതെ പഠിക്കാൻ പറ്റും, BTech ബയോടെക്നോളജി. അപ്പൊ ഇത്രയും കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ നീറ്റ് പരീക്ഷയിലൂടെയാണ്. ഇനി നീറ്റ് പരീക്ഷയിലൂടെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നതെങ്കിലും ഇതിന് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കീമിലൂടെയാണ്. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. ഇതിന് നമ്മൾ അപേക്ഷിച്ചാൽ മതി. ഞാൻ ആദ്യം കാണിച്ച ആ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഇതിന് അപേക്ഷിച്ചാൽ മതി. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ കീമിലൂടെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, ഫാർമസി, ഇതിനെല്ലാം അഡ്മിഷൻസ് കാര്യങ്ങൾ നടത്തുന്നത് ഈ കീം എന്ന സൈറ്റിലൂടെ www.ce.kerala.gov.in നമ്മുടെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. പക്ഷെ കീം എന്ന പരീക്ഷ ഓൺലി ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി, അതിനുവേണ്ടിയുള്ള പരീക്ഷ കീം നടത്തുന്നത് ഓൺലി ഫോർ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും വേണ്ടി മാത്രമാണ്. പക്ഷെ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത് കീമിലൂടെയാണ്. നിങ്ങൾ എല്ലാവരും അപേക്ഷിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം വിട്ടുപോവുകയാണ്. ഇനി ഇതിന്റെ സ്കോർ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും കീമും +2 മാർക്കും കൂടി 50+50 ആ റേഷ്യോയിലാണ്. MBBS അങ്ങനെയുള്ള കാര്യങ്ങൾ MBBS, BDS, ഹോമിയോ, സിദ്ധ, യുനാനി, നീറ്റ് റാങ്കിലൂടെയാണ്. ഇനി അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ബയോടെക്നോളജി. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ MBBS, BDSന് 15th പെർസെന്റൈലിൽ വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ അലൈഡ് കോഴ്സിന് നമുക്ക് 720ൽ 20 മാർക്ക് കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. 720ൽ 20 മാർക്ക് കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അലൈഡ് കോഴ്സസ് 20 മാർക്ക്, നോ സ്കോർ റെസ്ട്രിക്ഷൻ ഫോർ SC ST, അതും കൂടി ഓർക്കുക. ദെൻ ഇതിന്റെ കീമിന്റെ നമ്മുടെ കമ്മീഷണർ പറയും ഇതിന്റെ നീറ്റിന്റെ റാങ്ക് ഓൺലൈനിലൂടെ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ആ നമ്മുടെ നീറ്റിന്റെ റാങ്ക് കൃത്യമായിട്ട് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന്റെ സൈറ്റിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് വിട്ടുപോകരുത്.
പേപ്പർ കൃത്യമായി നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ഇത് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് കേരളത്തിലെ ഞാൻ പറഞ്ഞ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയാണ് കീമിന്റെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നീറ്റിന്റെ മാർക്ക് ഉണ്ടാവും, നീറ്റിന്റെ റാങ്ക് ഉണ്ടാവും, അതുപോലെ സ്റ്റേറ്റ് റാങ്കും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കേരളത്തിലാണെങ്കിലും അതിന്റെ ഓപ്ഷൻ നമ്മുടെ കോളേജുകളൊക്കെ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അതിന്റെ ട്രയൽ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കീമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഇനി മറ്റൊരു പരീക്ഷയാണ് നിങ്ങൾ കേട്ടിരിക്കും, ഐക്കാർ നടത്തുന്ന, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് നടത്തുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതിന്റെ സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, അതുപോലെ ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ്, BSc ഫോറസ്ട്രി, BSc കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, സെറികൾച്ചർ, ബയോടെക്നോളജി, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി കോഴ്സുകളാണ് ഈ ഐക്കാർ പരീക്ഷയിലൂടെ നികത്തുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടത്തുന്ന BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ വെറ്റിനറിയുടെ കീഴിൽ നടത്തുന്ന ബിടെക് ഡയറി ടെക്നോളജി, കുഫോസിൽ നടത്തുന്ന ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ്, തരത്തിലുള്ള കോഴ്സിന്റെ 15% സീറ്റുകൾ ഐക്കാർ പരീക്ഷയിലൂടെ. അപ്പൊ 15% എന്ന് പറഞ്ഞാൽ അവിടെ സംവരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. 15% സീറ്റുകൾ ഐക്കാറിലൂടെയാണ് നികത്തുന്നത്. ബാക്കി 85% നമ്മൾ പഠിച്ചു. നീറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സൈറ്റ് അഡ്രസ്സുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നീറ്റിന്റെ റിസൾട്ട് വന്നാൽ അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ www.mcc.nic.in, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി പറയുന്നു. ആയുഷ് കോഴ്സുകളാണെങ്കിൽ www.aacc.gov.in. ഇനി കേരളത്തിലേക്ക് MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറി പോലെയുള്ള കോഴ്സുകളാണെങ്കിൽ www.ce.kerala.gov.in. വെറ്റിനറി ആണെങ്കിൽ www.vciadmission.nic.in, ഐക്കാറിന്റെ സൈറ്റ്. അതുപോലെ തന്നെ ഈ കർണാടകയിൽ 29 കോളേജുകളിൽ നമുക്ക് ഒരു 15% സീറ്റ് ഉണ്ട്. അവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയതുകൊണ്ട് ഫീസിന്റെ നിരക്ക് കൂടുതലാണ്. ഇനി അവിടെ നമുക്ക് പഠിക്കാൻ പോകുന്നുവെങ്കിൽ അവരുടെ സൈറ്റ് ഇതാണ്, www.ke.kar.nic.in. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു 15 കോളേജുകളുണ്ട്. അവിടെ നമുക്ക് MBBS-നൊക്കെ നമുക്ക് പഠിക്കാം. അവിടുത്തെ 15% സീറ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട സൈറ്റ് അഡ്രസ് ആണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് കോളേജുകളിലേക്കല്ല നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്, അവരുടെ സ്റ്റേറ്റ് ഏജൻസിയിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി ബിഫാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ബിഫാമിന്റെ നമുക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഇന്നലെ നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ അപേക്ഷിക്കാനുള്ള യോഗ്യത +2 ഇംഗ്ലീഷ് വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ ബയോളജി. ഇവിടെ നമുക്ക് പറ്റും കേട്ടോ. ഇവിടെ മാത്തമാറ്റിക്സ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ബയോളജി പഠിച്ചാലും മതി. ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജി ആൻഡ് മാത്തമാറ്റിക്സിന് 50% മൊത്തത്തിൽ മാർക്ക് വേണം. അതുപോലെ തന്നെ മിനിമം പാസ് മാർക്ക് ഓരോ വിഷയത്തിന് വേണം. ഇത് ഇന്നലെയാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തിയത്. ഞാൻ നിങ്ങളുടെ ബയോളജിയുടെ കോർഡിനേറ്റർക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബിഫാമിന് പഠിക്കണമെങ്കിൽ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി, ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. എഞ്ചിനീയറിംഗിലാണെങ്കിൽ 2 പേപ്പറും കൂടി എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി ഇതൊക്കെ വിട്ടുപോവുകയാണ്. ബിഫാം നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കൂടെ പഠിക്കാൻ നമുക്ക് സാധിക്കും. അവരുടെ ഇത് വന്നാലാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റമൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം അറിയാവുള്ളൂ. അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം, www.kssPCMA.com, കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ. അതിലൂടെ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ബിഫാം പഠിക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് പാരാമെഡിക്കലിലേക്ക് നമുക്കൊന്ന് പോകാം. പാരാമെഡിക്കൽ കോഴ്സസ് എല്ലാവരും ചോദിക്കുന്ന ഒരു കോഴ്സാണ്. ഞാനിത് കാണിക്കുന്ന ഈ സൈറ്റ് അഡ്രസ് എഴുതി ഇടണോട്ടോ, കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും വീണ്ടും വിളിച്ച് സംശയങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നേഴ്സിംഗ് നമുക്ക് ഇതേ വിധത്തിലൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. പറയാം, നേഴ്സിംഗ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം തൊഴിലുകൾ ഉള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഈ മേഖലയിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ കേരള നേഴ്സുമാർക്ക് ആഗോളതലത്തിൽ നല്ല പ്രാധാന്യമുണ്ട്. ആതുര സേവന രംഗത്തെ കാരുണ്യത്തിന്റെ മുഖമാണ് നേഴ്സിംഗ്. ആ ജോലിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നവജാത ശിശുവിന്റെ കണ്ണ് തുറപ്പിക്കുന്നതും അവസാനം കണ്ണ് തിരുമ്മി അടയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ നേഴ്സുമാരായിരിക്കും.
അല്ലെ? അപ്പൊ നേഴ്സിംഗ് നമുക്ക് GNM പഠിക്കാം. ആ GNM കഴിഞ്ഞിട്ട് നമുക്ക് GNM എന്ന് പറഞ്ഞാൽ ജനറൽ നേഴ്സിംഗ് കേട്ടോ. BSc നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് പഠിക്കാം. അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് തന്നെ BSc നേഴ്സിംഗ് പഠിക്കാം. BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് MSc നേഴ്സിംഗ് പഠിക്കാം. then MPhil പഠിക്കാം, PhD പഠിക്കാം. അതുപോലെ തന്നെ ANM പഠിക്കാം. ഇങ്ങനെയാണ് നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു വിധം. നമുക്ക് ഓരോന്ന് പെട്ടെന്ന് നോക്കാം. നേഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, എവിടെ പഠിക്കാൻ പോയാലും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ആ സ്ഥാപനത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. www.indiannursingcouncil.org. അതുപോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ലൈഡുകളിലെല്ലാം ഈ നമ്മുടെ കേരളത്തിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത് അതിനവിടെ പ്രവേശന പരീക്ഷകളൊന്നുമില്ല, എൻട്രൻസ് പരീക്ഷകളൊന്നുമില്ല. നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മാർക്കിന്റെ അടിസ്ഥാനത്തില് +2 കഴിഞ്ഞിട്ടുള്ളവരുണ്ടാവും, VHSC കഴിഞ്ഞവരുണ്ടാവും, CBSE കഴിഞ്ഞവരുണ്ടാവും, ICSE കഴിഞ്ഞവരൊക്കെ നേഴ്സിംഗ് പഠിക്കാൻ പറ്റും. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മക്കൾക്ക് കേരളത്തിൽ പഠിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നമുക്ക് പഠിക്കാൻ പോകാം. പക്ഷെ കേരളത്തിന് പുറത്ത് നമ്മൾ പഠിക്കാൻ ഏതെങ്കിലും കോളേജോ ഏജന്റ് വഴിയോ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ കുറെ പ്രാവശ്യം ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സൈറ്റ് അഡ്രസ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മിഡ്വൈഫ് കൗൺസിൽ ഉണ്ട്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ കേരളത്തിലുണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രം രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചാൽ കേരളത്തിൽ മാത്രമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമുക്ക് ഈ ഏജന്റ് വഴിയൊക്കെ നിങ്ങൾ പോകുമ്പോൾ അവരാദ്യം റിയാസാറ് പറഞ്ഞ പോലെ പല പാക്കേജുകളൊക്കെ പറയും. നല്ല രീതിയിലുള്ള ഭക്ഷണമുണ്ട്, ഒരു ദിവസം സാമ്പാർ കൂട്ടി തരും, ഒരു ദിവസം അവിയലുണ്ടാവും എന്നൊക്കെ ആദ്യമൊക്കെ ഇവരൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടൊക്കെ റേഷനറിയൊക്കെ ആയിരിക്കും. അപ്പൊ ഏറ്റവും നല്ല കാര്യം അവിടുന്ന് പഠിച്ചിറങ്ങിയ ഏതെങ്കിലും ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ നമ്മൾ അറിയുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ആ കൊച്ചിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അവിടെ എങ്ങനെയുണ്ട് ആ സ്ഥാപനം. അതുപോലെ തന്നെ ഓരോ ഈ ബെഡിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും ഫീസ്. ചില നേഴ്സിംഗ് കോളേജിലൊന്നും ഒരു ബെഡ് ഉണ്ടാവില്ല, വേറെ എല്ലായിടത്തും പോയി പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ 50 ബെഡ്, 100 ബെഡ്, 150 ബെഡുകളുള്ള നേഴ്സിംഗ് കോളേജുകളും ആശുപത്രികളിലോട് ചേർന്നുള്ള നേഴ്സിംഗ് കോളേജ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അത് മറന്നു പോകരുത് നേഴ്സിംഗിന് പോകുമ്പോൾ. ഈ BSc നേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നീറ്റിലൂടെ, നീറ്റിന് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഓരോ വിഷയവും ജയിച്ചിരിക്കണം, 45% മാർക്ക് വേണം. പട്ടികജാതി പട്ടികവർഗം OBC-ക്കാർക്ക് 40% മാർക്ക് മതി എന്നാണ്. ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ ജിപ്മറിൽ BSc നഴ്സിംഗ് ആൻഡ് BSc അലൈഡ് സയൻസ് കോഴ്സസ് നീറ്റിലൂടെയാണ്. പിന്നെ ഒരു 8 കേന്ദ്ര സ്ഥാപനങ്ങൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അഹില്യബായ്, ഫ്ലോറൻസ് നൈറ്റിംഗിൾ, ഡോക്ടർ റാം മനോഹർ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹി, രാജകുമാരി അമർ കൗർ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹി, ഇതുപോലെയുള്ള ഒരു 8 സ്ഥാപനങ്ങളിലും നീറ്റ് പരീക്ഷയിലൂടെ അടിസ്ഥാനത്തിലാണ് അവരുടെ അഡ്മിഷൻസ് പ്രോസസ്സ് നടത്തിയത്. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പുതുച്ചേരി, അവിടുത്തെ BSc നഴ്സിംഗ് അതുപോലെ തന്നെ അലൈഡ് കോഴ്സസും നീറ്റിലൂടെയായിരുന്നു. അപേക്ഷയുടെ സമയമൊക്കെ കഴിഞ്ഞു. അവരുടെ അലൈഡ് കോഴ്സസ് അനസ്തേഷ്യ ഉണ്ടായിരുന്നു, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ്, MLT ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എയിംസില് അവര് നീറ്റൊന്നും എടുത്തിട്ടില്ല. അവരുടേതായ ഒരു പരീക്ഷയിലൂടെയാണ്, അവര് സ്വന്തമായിട്ട് നടത്തുന്ന പരീക്ഷയിലൂടെയാണ് BSc നഴ്സിംഗിന്റെ മറ്റുള്ളതിന്റെയൊക്കെ അഡ്മിഷൻസ് അവര് നടത്തുന്നത്, എയിംസ് സ്ഥാപനങ്ങൾ. അതും പോട്ടെ. ഇത് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നാളെ എന്നോട് ആരും ചോദിക്കരുത്, കോഴ്സസ് വിത്തൗട്ട് എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ ഇന്ന് വരെ ഈ സമയം വരെ ഇതിന്റെ എൻട്രൻസ് പരീക്ഷകളൊന്നുമില്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. LBS സെന്റർ ആണ് ഇതിന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ നമുക്ക് 4 വർഷം പഠിക്കാവുന്ന കോഴ്സുകളാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, അതുപോലെ കാർഡിയക് വാസ്കുലർ ടെക്നോളജി. ഈ ഓഡിയോളജി എന്നൊക്കെ പറഞ്ഞാൽ കേൾവി പരിമിതി ഉള്ളവരെ പരിശീലിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ വേറെ സ്ഥാപനം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി പഠിക്കാം, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി. സൈറ്റ് അഡ്രസ് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എഴുതിയെടുക്കുക. നാളെ എന്നോട് പിന്നെ ചോദിക്കരുത്. www.lbscenter.kerala.gov.in. അപ്പൊ ഇത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട BSc നഴ്സിംഗ് ഉണ്ട്, MLT ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ഫാർമസി ഒക്കെ ഉണ്ട്. ഇത് എങ്ങനെയായാലും ഒരു ജോലിയെല്ലാം നമുക്കൊക്കെ എല്ലാ കോഴ്സുകളും
കിട്ടും. ചില കോഴ്സിനൊക്കെ ഹയർ സ്റ്റഡി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. ഇത് ചുമ്മാ നിങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഈ മാർക്ക് മാത്രം കിട്ടുവാണെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിന്റെ പ്രോസ്പെക്ടസും എവിടെയെല്ലാം പഠിപ്പിക്കുന്നു, കഴിഞ്ഞ വർഷത്തെ ഞാൻ നിങ്ങളുടെ സബ്ജക്ട് കോർഡിനേറ്റർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ അത് ഇനി ഏതൊക്കെ കോളേജിലാണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങളൊന്ന് നോക്കുക ഏതെല്ലാം കോളേജിൽ അതിന്റെ കഴിഞ്ഞ വർഷത്തെ ഫീസ് കാര്യങ്ങൾ. ഈ വർഷം ഫീസിന് വ്യത്യാസം ഉണ്ടാവും എന്ന് 2 ദിവസം മുമ്പുള്ള പത്രത്തിൽ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഓർക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രൈവറ്റ് ആയിട്ടും BSc നഴ്സിംഗ് പഠിക്കാം. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ 2 സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള, സൈറ്റ് അഡ്രസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അസോസിയേഷൻ ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരള. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ 50% സീറ്റുകൾ നമ്മൾ LBS സെന്ററിലൂടെയാണ് നികത്തുന്നത്. ബാക്കി സീറ്റുകളാണ് മാനേജ്മെന്റ് കോട്ടയിൽ അവരുടെ ചില മൈനോറിറ്റി സ്ഥാപനങ്ങളുടെ സീറ്റുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 50% പെടുന്നതും താഴെയുള്ള സീറ്റുകളൊക്കെ ഈ സംവിധാനത്തിലാണ്. അപ്പൊ ഇത് എഴുതിയെടുക്കുക. കാരണം നമുക്ക് LBSന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെയും കേരളത്തിൽ പഠിക്കാൻ സാധിക്കും. www.pncmat.org. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. www.amcsfnck.com. അടുത്തത് മറ്റൊരു സംവിധാനമാണ് സിമെറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, സിമെറ്റ് എന്ന് പറയും. സൈറ്റ് അഡ്രസ് താഴെ കൊടുത്തിട്ടുണ്ട്, എഴുതിയെടുക്കുക. പാലക്കാട് പഠിക്കാം, കാസർഗോഡ് പഠിക്കാം, എറണാകുളം പഠിക്കാം, അതുപോലെ തിരുവനന്തപുരം മുട്ടത്തറയിലും പഠിക്കാം. 50% സീറ്റുകൾ LBSലൂടെ നികത്തുന്നു എന്ന് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് അഡ്രസ് cement.kerala.gov.in. ഇപ്പൊ ആദ്യം ഞാൻ LBS പറഞ്ഞു, പിന്നെ 2 സംവിധാനം പറഞ്ഞു, ഇപ്പൊ ഒരു സംവിധാനം പറഞ്ഞു. ഇനി മറ്റൊരു സംവിധാനമുണ്ട്, സിപ്പാസ് എന്ന് പറയും, സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അവിടെ നമുക്ക് BSc നഴ്സിംഗ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഫിസിയോതെറാപ്പി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, ബേസിക് പോസ്റ്റ് ബേസിക് BS ഡിഗ്രി നഴ്സിംഗ് ഇതുപോലെയുള്ള കോഴ്സുകൾ പഠിക്കാം. സൈറ്റ് താഴെയിട്ടുണ്ട്, എഴുതിയെടുക്കണം, www.sipas.ac.in. ഓക്കെ. ഇനി ഇതിന്റെ കാലാവധി BSc നഴ്സിംഗ് 4 വർഷം, MLT 4 വർഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ കേട്ടിരിക്കും, വിട്ടുപോട്ടെ. ഇനി അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞു, കേൾവി പരിമിതിയുള്ളവരെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം നമുക്ക് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അമൃത ഉണ്ട്. അതുപോലെ തന്നെ മൈസൂർ നമുക്ക് പഠിക്കാൻ സാധിക്കും, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഈ മൈസൂരിൽ പഠിക്കണമെങ്കിൽ, ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, അതിന് വേണ്ടത് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചാൽ മതി. സൈറ്റ് അഡ്രസ് അവിടെയുണ്ട്. ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അടുത്ത മാസം 31 വരെ നമുക്കിതിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി GNM ANM നമുക്ക് നോക്കാം. ANM എന്ന് പറഞ്ഞാൽ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നൊക്കെ പറയും. നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ്, പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു കോഴ്സാണ്. എനി +2, ഏതെങ്കിലും +2 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ട്രെയിനിങ് സ്കൂളുകൾ തിരുവനന്തപുരത്ത് നമുക്ക് പഠിക്കാം, അവിടെ SC STക്ക് മാത്രം. ദെൻ കോട്ടയം, പാലക്കാട്, കാസർഗോഡ്. സൈറ്റ് അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്, www.dhs.kerala.gov.in. ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചർക്ക് കഴിഞ്ഞ കൊല്ലത്തെ പ്രോസ്പെക്ടസ് അയച്ചു കൊടുത്തിട്ടുണ്ട്, അത് ടീച്ചർ ഷെയർ ചെയ്യും, വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഈ GNMത്തിലേക്ക് വരുമ്പോൾ 3 വർഷത്തെ കോഴ്സാണ്, അതിന്റെ ഏജ് ബാർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള GNMത്തിന് നമുക്ക് ചേരാം. അപ്പൊ അവിടെ 40% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഉണ്ടായാൽ മതി. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് there is no marks restriction. സൈറ്റ് www.dhs.kerala.gov.in. അപ്പൊ ഇത് ഓരോ ജില്ലയിലും ഇതുപോലെ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് ഓഫ് നഴ്സിംഗ്, റെഡ് ക്രോസ് തിരുവനന്തപുരം, കൊല്ലം. ഈ കൊല്ലത്ത് ആശ്രമം റോഡില് പട്ടികജാതി പട്ടികവർഗർക്ക് മാത്രമായിട്ടും ഒരു സ്ഥാപനമുണ്ട്, ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC ST, ആശ്രമം റോഡ്, കൊല്ലം. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മുട്ടം, കാസർഗോഡ്. അതാത് ജില്ലകളിലേക്ക് മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ആ കാര്യങ്ങളും ഓർത്തിരിക്കണം. ഓക്കെ. ദെൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, ഗവൺമെന്റ് ഓഫ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, കോട്ടയം.
അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. സൈറ്റ് എഴുതിയെടുക്കണം. www.dme.kerala.gov.in. 20% സീറ്റുകൾ അതിൽ ആൺകുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇനി കുറച്ച് പ്രസിദ്ധമായ സ്ഥാപനങ്ങൾ, നിംഹാൻസ് ബാംഗ്ലൂർ, ഇപ്പൊ അതിനെ അപേക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇവരുടെ BSc നഴ്സിംഗിനൊക്കെ എപ്പോൾ അപേക്ഷിക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗഡ്, അത് അപ്പോളോ കോളേജ് ഓഫ് നഴ്സിംഗ്, CMC വെല്ലൂർ, ഇതുപോലെയുള്ള അനവധി കുറച്ചും കൂടി ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലും നമുക്ക് പഠിക്കാൻ പോകാൻ സാധിക്കും. ഇനി അടുത്തത് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്. അത് LBS സെന്ററിലൂടെ ഈ അതിന്റെ ക്വാളിഫിക്കേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞ ഈ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് നമുക്ക് പോകാവുന്ന ഒരു കോഴ്സാണ്. ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോകാവുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ BSc നഴ്സിംഗിന്റെ തുല്യമാവും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി മിലിറ്ററി നഴ്സിംഗ്. മിലിറ്ററി നഴ്സിംഗ് നിങ്ങൾക്ക് ഇത്തവണ അറിയാം, നീറ്റിലൂടെയാണ് ഇതിന്റെ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നീറ്റിലൂടെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോളജിയിലെ ബോട്ടണി ആൻഡ് സുവോളജി ആൻഡ് ഇംഗ്ലീഷ് 50% മാർക്ക് വേണം. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 152 സെന്റിമീറ്റർ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഉള്ളത് കേട്ടോ. 152 സെന്റിമീറ്റർ മിനിമം വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സെലക്ഷൻ കാര്യങ്ങൾ ഒന്ന് നീറ്റ് ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ അതിന് ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ട്. ഒരു ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈ കൊല്ലം അപേക്ഷയുടെ സമയമൊക്കെ കഴിഞ്ഞു. നീറ്റിന് അപേക്ഷിക്കണം. ഈ സൈറ്റിൽ മിലിറ്ററി നഴ്സിംഗിനും അപേക്ഷിച്ചിട്ടുള്ളവരൊക്കെ പ്രിപ്പയർ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുമ്മാ മാതാപിതാക്കളുടെ കാശെടുത്ത് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കൊക്കെ നീറ്റിനൊക്കെ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനെ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് മിലിറ്ററി നഴ്സിംഗ് എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ അടിച്ചാൽ ഇഷ്ടംപോലെ വില കുറഞ്ഞ പുസ്തകങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇന്റർവ്യൂ ഒക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പൂനെയിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിൽ 40 സീറ്റ്, കൽക്കട്ട 30 സീറ്റ്, മുംബൈ 40 സീറ്റ്, ന്യൂഡൽഹിയിൽ 30 സീറ്റ്, ലക്നൗ 40 സീറ്റ്, ദെൻ ബാംഗ്ലൂരിൽ 40 സീറ്റ് ഉണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലിയാണ്. പിന്നെ ജോലി ഒന്നും അന്വേഷിക്കേണ്ട, കാലെടുത്ത് വയ്ക്കുന്നത് ജോലിയിലേക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ. ദെൻ ആയുർവേദം, BSc നഴ്സിംഗ് ആൻഡ് BPharm ആയുർവേദം, അത് പഠിപ്പിക്കുന്ന സ്ഥലം കണ്ണൂർ MV രാഘവൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. MVR മെഡിക്കൽ കോളേജിലാണ്. അതും LBS സെന്ററിലൂടെ തന്നെയാണ് ഇതിന്റെ അപേക്ഷകളൊക്കെ ക്ഷണിക്കുന്നത്. LBS സെന്ററിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ ഇനി പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ, പാരാമെഡിക്കൽ കോഴ്സ് 2 വർഷത്തെ കോഴ്സുകളാണ്. അനവധി പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി, ഡിപ്ലോമ റേഡിയോളജിക്കൽ ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റന്റ്, ഡെന്റൽ മെക്കാനിക്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ്, ഇതുപോലുള്ള അനവധി കോഴ്സുകൾ. ഇതിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം വളരെ വൈകിയാണ് ഈ പാരാമെഡിക്കൽ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചത്. ജനുവരി ആയപ്പോഴാണ് വിളിച്ചത്, 2021. അപ്പൊ ഈ വർഷം അപ്പൊ വിളിക്കുന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ BSc നഴ്സിംഗിന്റെ ഒക്കെ അങ്ങനെയുള്ളതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ സെപ്റ്റംബറിന് മുമ്പ് തീർത്തിരിക്കണമെന്നൊക്കെ പത്രത്തിൽ വായിച്ചു. അപ്പൊ ഇതെല്ലാം വളരെ വൈകിയാണ് അപേക്ഷയൊക്കെ ക്ഷണിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരു കോഴ്സിനും കൂടി അപേക്ഷ കൊടുക്കണം കേട്ടോ. ആ കാര്യം മറന്നു പോകരുത്. ഡിഗ്രിക്കൊക്കെ അപേക്ഷ കൊടുത്തിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറാം. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമൊക്കെ നമ്മൾ പോകും. ആ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എൻട്രൻസ് പരീക്ഷ ഒന്നുമില്ല. നമുക്ക് അപേക്ഷിക്കാൻ ഫാർമസിക്കാണെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ 40% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് BPharmഉം ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒഴിവുള്ളതിനുള്ള 40% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കിതിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഇതിനൊരു റിസർവേഷൻ ഉണ്ട് VHSC പഠിക്കുക. അപ്പൊ അതില് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിക്കാൻ 5% സീറ്റുകൾ, VHSC മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിച്ചിട്ടുള്ളവർക്ക് 5% സീറ്റുകളുണ്ട്.
ദെൻ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി 2% സീറ്റുകൾ BHSC വിത്ത് മെയിൻ്റനൻസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിച്ചത്. ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജിക്ക് 2% സീറ്റുകൾ ECG ഓഡിയോമെട്രിക് ടെക്നോളജി പഠിച്ചിട്ടുള്ളവർക്ക്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ VHSയുടെ പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വർഷം അതിനൊരു ചേഞ്ച് വരും എന്ന് നമുക്ക് വിചാരിക്കാം. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു അതിന്റെ പ്രോസ്പെക്ടസിൽ വന്നിട്ടുള്ളത്. ഇനി മറ്റൊന്ന് പാരാമെഡിക്കൽ കോഴ്സസ് നമുക്ക് സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ കോളേജുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ ഫീസൊക്കെ കൂടുതലായിരിക്കും. അതിന്റെ സൈറ്റ് അഡ്രസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, www.spmaonline.in. ഇവിടെ അനവധി കോഴ്സുകളുണ്ട്. BSc മെഡിക്കൽ ലബോറട്ടറി പഠിക്കാം, പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി, ഇതുപോലുള്ള പാരാമെഡിക്കൽ 2 വർഷത്തെ കോഴ്സുകളുണ്ട്. അതുപോലെ അവര് 4 വർഷത്തെ കോഴ്സുകളും കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ താഴെ സൈറ്റ് അഡ്രസ് ഉണ്ട്. അവിടെ പോയിട്ട് എവിടെയൊക്കെയാണ് ഇതിന്റെ സ്ഥാപനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റത് ഫാംഡി എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഇത് 6 വർഷത്തെ ഒരു കോഴ്സാണ്. ഡോക്ടർ ഇൻ ഫാർമസി, ഫാംഡി കോഴ്സസ് 2 തരത്തിൽ പഠിക്കാൻ പറ്റും. ഒന്ന് ഡിഫാം കഴിഞ്ഞിട്ട് പഠിക്കാം, +2 കഴിഞ്ഞിട്ട് പഠിക്കാം. ഇത് കഴിഞ്ഞ വർഷം നമുക്ക് വരെ ഇത് ഗവൺമെന്റിലൊന്നും ഇത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജിലൂടെയാണ് കോഴ്സ് കഴിഞ്ഞ വർഷം അപേക്ഷ ക്ഷണിച്ചത്. ഗവൺമെന്റ് കോളേജിൽ ഉണ്ടായില്ല. ഈ വർഷം ഇപ്പൊ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഇതിന്റെ സൈറ്റ് അഡ്രസ് www.kssPCMA.com. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, ഡിഫാം ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതില് ഫാംഡി പഠിക്കാം. ഫാംഡി പഠിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ സ്വല്പം സ്കോപ്പ് കുറവുള്ള ഒരു കോഴ്സാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ. അതുപോലെ ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ആയുർവേദിക് നേഴ്സിംഗ്, ആയുർവേദ ഫാർമസി, ആയുർവേദ തെറാപ്പിസ്റ്റ്. ഇത് 1 വർഷമൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ജോലികളാണ് നമുക്ക് ലഭിക്കുള്ളൂ. അതിന്റെ സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, www.ayurveda.kerala.gov.in. ഇതാണ് അതിന്റെ സൈറ്റ് അഡ്രസ്. ഹോമിയോപ്പതി കോഴ്സ് ഈ കൊല്ലം വിളിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിന്റെ മാർക്ക്, 10ാം ക്ലാസ്സിന് 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി പഠിക്കാം. നിങ്ങൾ കണ്ടിരിക്കും ഈ ഹോമിയോ ആശുപത്രികളിലൊക്കെ അവിടുത്തെ ഫാർമസിസ്റ്റിനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തും കോഴിക്കോടാണ്. 17 വയസ്സ് പ്രായം, 1 വർഷത്തെ കോഴ്സാണ്. അപേക്ഷ ക്ഷണിക്കുന്നത്, സൈറ്റ് മറന്നു പോകുന്നത് www.lbscenter.in. ഓക്കെ. പിന്നെ നമ്മൾ ഇത് ഈ BSc നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പൊ അവിടെയെല്ലാം പോകുമ്പോൾ ചില പരീക്ഷകളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിരിക്കും IELTS, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അതുപോലെ TOEFL, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, OET, ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇനി മറ്റൊരു ടെസ്റ്റാണ് PSN, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ BSc നേഴ്സിംഗിനൊക്കെ ചേരുമ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾ കൂടി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മുടെ ചില സ്കിൽസ് ആണ് നോക്കുന്നത്. അല്ലാണ്ട് ഇംഗ്ലീഷ് വളരെ കാര്യമായിട്ട് പഠിക്കണമെന്നില്ല. നമുക്ക് റൈറ്റിംഗ് സ്കില്ല് നമ്മൾ നോക്കും. അതുപോലെ ലിസണിങ് സ്കിൽ, ദെൻ റീഡിങ് സ്കിൽ, ദെൻ സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെയാണ് ഇതിലൂടെ നോക്കുന്നത്. അപ്പൊ അതിനുകൂടി നമ്മളൊന്ന് തയ്യാറെടുക്കണം. കാരണം കേരളത്തിൽ ജോലി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കൂടുതൽ സ്കോപ്പ് ഉള്ളത് വിദേശത്തെ രാജ്യങ്ങളിലാണ്. പോട്ടെ. ഇനി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു 4 കോഴ്സുകളുണ്ട്. ആദ്യത്തെ കോഴ്സിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ്, മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ. ഈ 2 കോഴ്സുകൾ, ആദ്യത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ സയൻസ് 2 വർഷം 4 സെമസ്റ്റർ ആണ്. പട്ടാമ്പി, പാലക്കാടാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. 10% സീറ്റുകൾ VHSC അഗ്രികൾച്ചർ NSQF അഗ്രികൾച്ചർ സ്ട്രീമിൽ പഠിച്ചിട്ടുള്ളവർക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ 30 സീറ്റുകളുണ്ട്. 2 വർഷം 4 സെമസ്റ്റർ ആണ്. വെള്ളയാനി, തിരുവനന്തപുരത്താണ്. അതിൽ VHSCക്കാർക്ക് റിസർവേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ജോലി ലഭിക്കും. അപ്പൊ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഉടനടി ജോലി കിട്ടില്ല. ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന സൈറ്റുകളിൽ PSC പരീക്ഷകളൊക്കെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ സയൻസ്, ദെൻ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ. ഈ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ പറയുന്നത് ചില
പോയിന്റുകളാണ് പറയുന്നത്. നിങ്ങൾ ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് വായിച്ചു നോക്കണം. അപ്പൊ വായിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ്, ഇനി പ്രോസ്പെക്ടസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ അയച്ചുതരാം. ഇനി മറ്റൊരു കാര്യമാണ്, ഇനിയിപ്പോ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ലീഗൽ സ്റ്റഡീസ് അഡ്വക്കേറ്റ്, മജിസ്ട്രേറ്റ്, ജഡ്ജി, മുൻസിഫ്, നോട്ടറി, പബ്ലിക് പ്രോസിക്യൂട്ടർ, ലീഗൽ അഡ്വൈസർ, ലീഗൽ അസിസ്റ്റന്റ്, ലോ റിപ്പോർട്ട്, GST ഓഫീസർ, കമ്മീഷൻ ഓഫീസർ ഒക്കെ നമുക്ക് ആകാൻ പറ്റും. അതിന് നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ, അതിന്റെ അപേക്ഷ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB ഉണ്ട്, പ്രവേശന പരീക്ഷയുണ്ട് കേട്ടോ. BBA LLB, BCom LLB, അതൻ BA LLB. നമുക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ +2 ഓർ ഈക്വൽ BHSC ആണെങ്കിൽ 45% മാർക്ക്. OBC SCBC എന്നാണ് നമ്മൾ കേരളത്തിൽ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് 42%. ദെൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 40% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷ അവര് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് സൈറ്റ് അഡ്രസ്സിൽ കണ്ടത്. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ഇനി ടീച്ചിങ് എക്സലന്റ് കരിയറാണ് കേട്ടോ. നമ്മൾ അനവധി ടീച്ചർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറെ കണ്ടിട്ടുണ്ട്, ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, യൂണിവേഴ്സിറ്റി, വെക്കേഷണൽ ഇൻസ്ട്രക്ടർ, നോൺ വെക്കേഷൻ ടീച്ചർ, ലാംഗ്വേജ് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഇവിടെ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് പഠിക്കണം. അതായത് ഈ 1ാം ക്ലാസ്സിന് മുമ്പ് കേട്ടോ. അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കണം. +2-ന് 45% മാർക്ക് അല്ലെങ്കിൽ ഡിഗ്രി. അപ്പൊ 45% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ ആവും. അപ്പൊ ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് അനവധി സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിലുണ്ട്. അത് നിങ്ങളൊന്ന് ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് ഇതിന്റെ പ്രോസ്പെക്ടസ് ഒക്കെ നോക്കിയിട്ട് വായിച്ചു. ഇനി അടുത്ത ടീച്ചറാണ് LPS, 1 മുതൽ 4 വരെയുള്ള ടീച്ചറാവും. അപ്പൊ അതിനെന്താണ് യോഗ്യത? TTC എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ TTCയുടെ പേരൊക്കെ മാറി വന്ന് ഇപ്പൊ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്, DELT. അപ്പൊ അതിനെന്താണ് വിദ്യാഭ്യാസ യോഗ്യത? +2-ന് 50% മാർക്ക് വേണം. OBC 45%, പട്ടികജാതിക്കാർ പാസ്സായാൽ മതി. അതിന്റെ സൈറ്റ് അഡ്രസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, www.education.kerala.gov.in. ഇനി അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചർ ആവും. അവിടെ ഈ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പാസ്സാകണം, 50% മാർക്ക് അവിടെയും വേണം. പക്ഷെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ BEd ഉള്ളവർക്കും UPSC ആയിട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ കേട്ടറ്റ് പരീക്ഷയിലൊക്കെ മാറ്റമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഹൈസ്കൂളിൽ ടീച്ചർ ആവണം. ഹൈസ്കൂളിൽ ടീച്ചറിന് ഡിഗ്രി വിത്ത് BEd വേണം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകാം. അത് നമുക്ക് മാസ്റ്റർ ഡിഗ്രിയിലേക്കൊക്കെ വേണം. അത് എന്റെ സമയക്കുറവുകൊണ്ട് ഞാൻ വിട്ടുപോട്ടെ. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ അപേക്ഷിക്കാനുള്ള സൈറ്റ് അഡ്രസ്സാണ്. കേരള യൂണിവേഴ്സിറ്റിയിലായിരിക്കും നിങ്ങൾ കൂടുതലൊക്കെ അപേക്ഷ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ഈ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക. രണ്ടാമത് കാണിച്ചിട്ടുള്ള admission.keralauniversity.ac.in. ഇനിയിപ്പോ നാളെ ഇപ്പൊ 2 ദിവസത്തിൽ ഇപ്പൊ MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഇന്ന് ഓപ്പൺ ആണ്. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇപ്പൊ വരും, ഇന്ന് നാളെയൊക്കെ വരും. അപ്പൊ അതിനു മുമ്പ് ഈ സൈറ്റ് അഡ്രസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എവിടെയെല്ലാം എന്തെല്ലാം പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഏതെല്ലാം കോളേജുകളുണ്ട്, നല്ല കോളേജുകളുടെ റാങ്കിങ് എങ്ങനെ നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ ഇൻഡെക്സ് മാർക്കൊക്കെ തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ സൈറ്റ് അഡ്രസ്സിലൊക്കെ പോയിട്ട്, ഇപ്പൊ സമയമുണ്ടല്ലോ, നാളെയൊക്കെ ഞായറാഴ്ചയൊക്കെ ഒന്ന് പോയി നോക്കാം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകൾ. നമുക്ക് ആകെ 19 ഓട്ടോണമസ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതായത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ 10 കോളേജുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 7 കോളേജും കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജ് 2 കോളേജ്, അങ്ങനെ ആകെ 19 കോളേജ്. ഇപ്പൊ മാർ ഇവാനിയോസ് തിരുവനന്തപുരം അതൊരു ഓട്ടോണമസ് കോളേജാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോളേജുകളിൽ നമ്മൾ അതാത് കോളേജിന്റെ സൈറ്റ് അഡ്രസ്സിൽ തന്നെ അപേക്ഷ കൊടുക്കണം. ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നതിനും പരീക്ഷകൾ നടത്തുന്നതിനും പക്ഷെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങളുള്ള ഓട്ടോണമസ് കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പൊ തിരുവനന്തപുരം നിങ്ങൾ അവിടെയാണ് പഠിക്കാൻ പോകുന്നതിൽ അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കണം. അത് ഒരു കാര്യം നോക്കാം, ഓട്ടോണമസ് കോളേജിൽ അതാത് കോളേജിൽ തന്നെ അപേക്ഷ കൊടുക്കണം, അത് മറന്നു പോകരുത്. ഓക്കെ. ഇനി ബിവോക്ക് കോഴ്സുകളെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്. എന്നാലും എന്നോട് ഇതിനെ പറ്റി പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ സ്ലൈഡും കൂടി കയറ്റിയതാണ്. അതായത് ബിവോക്ക് എന്ന് പറഞ്ഞാൽ സർവകലാശാല ബിരുദങ്ങൾ വഴി അറിവ് പകരുന്നതിനോടൊപ്പം ഏതെങ്കിലും ഒരു തൊഴിലിൽ പ്രാവീണ്യം കൂടെ കുട്ടികൾക്ക് നൽകുന്ന ഒരു കോഴ്സാണ് ബിവോക്ക്. ഞാൻ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്.
നോളജ് ഫ്രം ദി ബുക്സ് ഷുഡ് ബി കമ്പൈൻഡ് വിത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഏതാണ്ടൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി നമുക്ക് കിട്ടും. ഇതിന് 3 വർഷത്തെ കോഴ്സാണ്, UGCയുടെ അംഗീകാരമുണ്ട്. ഇത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് PSC പോലുള്ള എല്ലാ പരീക്ഷകളും എഴുതാം. ഈ കോഴ്സിൽ പ്രത്യേകത കൂടിയുണ്ട്, അവിടെ ഒരു മൾട്ടിപ്പിൾ എക്സിറ്റ് ആൻഡ് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 വർഷം പഠിച്ചു, 1 വർഷത്തെ പഠനത്തിന് ശേഷം ടീമിനകത്ത് ഒരു കളി ഇമാർ ജയിക്കാൻ ഇമാര് സെമിയ, അടുത്ത നമ്മൾ തമ്മിൽ കളിക്കും. നീ തോക്കുവാണെങ്കിൽ നീ പുറത്ത്, ഞങ്ങൾ എന്നിട്ട് ടോസ് ഇടും. ഈ 2 കളി അടുപ്പിച്ച് ജയിച്ചൊരു ഫൈനല്. ഒന്ന് മ്യൂട്ട് ചെയ്ത് തരുമോ? നമ്മൾ ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ. അതാ ഹോസ്റ്റിനെ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റൂട്ടോ, ഹോസ്റ്റിനെ തന്നെ മ്യൂട്ട് ചെയ്യാൻ പറ്റൂല. ഹോസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിൽ ആരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാത്ത. എന്നെ മ്യൂട്ട് ചെയ്യരുത് കേട്ടോ, അത് മറന്നു. സമയം പോയി. അപ്പൊ അവിടെ ഒരു മൾട്ടിപ്പിൾ എക്സിറ്റ് ഉണ്ട്. മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കൊല്ലത്തെ പഠനശേഷം നമുക്കൊരു ഡിപ്ലോമ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കോളേജ് അത് പഠിത്തം നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാളൊക്കെ ജോലി ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് വന്നു ചേരാം. അതിലാണ് മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുന്നത്. അതിൽ എക്സിറ്റ് ഉണ്ട്. 2 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ കിട്ടും. 3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് BOക്ക് കിട്ടും. ഞാൻ അങ്ങനെ പോകണമെന്നല്ല ഏട്ടോ പറഞ്ഞത്. ഇതുപോലെ അനവധി കോഴ്സുകളുണ്ട്. അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, റിന്യൂവൽ എനർജി, അനവധി കോഴ്സ് ഉണ്ട്. പക്ഷെ കേരള യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള കോളേജുകളിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കുറവാണ്. MG യൂണിവേഴ്സിറ്റിയിൽ അനവധി കോഴ്സുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സൈറ്റ് അഡ്രസ്സിൽ നോക്കാം എവിടെയെല്ലാം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. BOക്ക് ഇനി മറ്റൊരു ക്ലാസ് വരുന്നതുകൊണ്ട് ഞാൻ അത് വിട്ടുപോവുകയാണ്. അപ്പൊ ഇവര് പറയുന്നത് ഏൺ വൈൽ യു ലേൺ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പോക്കറ്റിൽ കുറച്ച് പൈസ വരുന്ന കോഴ്സുകളാണ് BOക്ക് എന്നാണ് പറയുന്നത്. ഇതിന് പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. EWS കോട്ടയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി നമ്മൾ നാളെ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഇത് EWS കോട്ട എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് യാതൊരു സംവരണവും ഇല്ലാത്ത മുന്നോക്ക വിഭാഗത്തില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ കോളേജിലെല്ലാം ഒരു 10% പുതിയതായിട്ടൊരു കോട്ട വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അതിന്റെ വരുമാന പരിധികളൊക്കെ കേരളത്തിൽ 4 ലക്ഷം രൂപ. അതുപോലെ വീടിന്റെ കാര്യങ്ങളൊക്കെ വില്ലേജ് ഓഫീസിൽ നോക്കും. അപ്പൊ EWS കോട്ടയിൽ നമ്മൾ പെടുക എന്നുള്ളത് നോക്കണം. ആർക്കാണ്? യാതൊരു സംവരണവുമില്ലാത്ത മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്. അത് ഒന്ന് മറന്നു പോകരുത്. EWS കോട്ട അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി ഓടിച്ചെന്ന് പറയാം, നമ്മളിപ്പോ VHSC ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി ലഭിക്കണമെങ്കിൽ കേരളത്തില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക, www.kerala.psc.gov.in. അപ്പൊ ഇതിൽ 18 വയസ്സാകുമ്പോഴാണ് നമുക്ക് PSCയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. 18 എന്ന് പറയുന്നത് ജനുവരി 1-ന് 18 വയസ്സാകണം കേട്ടോ, ജനുവരി 1-ന്. അപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. അപ്പൊ ജനുവരി 1 എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഭയങ്കര കൺഫ്യൂഷനായി. ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം. അതായത് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഏതെങ്കിലും ഒരു തീയതിയിലായിരിക്കും, ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അപ്പൊ ആ വർഷം ജനുവരി 1-ാം തീയതി നമുക്ക് 18 വയസ്സ് തികയില്ല. ഒരു 17 17.25 ഇങ്ങനെ നിൽക്കായിരിക്കും. പക്ഷെ അടുത്ത വർഷം ജനുവരി 1-ാം തീയതി നമുക്ക് 18 വയസ്സാവും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ എന്നാണ് 18 വയസ്സാവുമ്പോൾ അപ്പൊ ഇതില് സൈറ്റ് അഡ്രസ്സിൽ കയറിയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം, നോട്ടിഫിക്കേഷൻ നടത്തണം. അപേക്ഷയ്ക്ക് നമ്മൾ അതിന്റെ അഡ്മിറ്റ് ഇതൊക്കെ അപേക്ഷിക്കണം, ഡൗൺലോഡ് ചെയ്യണം, പരീക്ഷ എഴുതണം, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കൊക്കെ അങ്ങനെയാണ് ജോലി കിട്ടിയത് കേട്ടോ, PSC. ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് പോകുമ്പോൾ അവിടെ 2 സംവിധാനം, ഒന്ന് UPSC, മറ്റൊന്ന് സ്റ്റാഫ് സെലക്ഷൻ. 2 സംവിധാനങ്ങൾ വിട്ടുപോവുകയാണ്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അനവധി ജോലിക്കൊക്കെ നിങ്ങളൊക്കെ എലിജിബിൾ ആയി കഴിഞ്ഞു. ഇപ്പൊ LE ക്ലർക്ക്, ടൈപ്പിസ്റ്റിന് ടൈപ്പ് റൈറ്റിംഗ് കാര്യങ്ങൾ പഠിക്കണം, ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, CA, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇതുപോലെയുള്ള അനവധി ജോലിക്കൊക്കെ നിങ്ങൾ റെഡി ആയി, ക്വാളിഫൈഡ് ആയി. പക്ഷെ 18 വയസ്സ് ജനുവരി 1-ാം തീയതി ആകുമ്പോൾ നമുക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്തൊക്കെ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ തയ്യാറെടുപ്പ് നടന്നു. അതുപോലെ ഇപ്പൊ VHSC കഴിഞ്ഞോടുകൂടി നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ഇതുപോലെയുള്ള ജോലികൾക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആയി കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം.
കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതിനൊക്കെ വീട്ടിലൊക്കെ നിങ്ങൾ ഇപ്പൊ കൊല്ലത്തൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ, എംപ്ലോയ്മെന്റ് ന്യൂസ്, നമ്മൾ സെൻട്രൽ കേന്ദ്ര സർക്കാരിന്റെ ജോലികളിലേക്ക് അറിയിപ്പാണ്. അപ്പൊ ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നൊക്കെ നമ്മളൊന്ന് വായിക്കണം. ഇനിയിപ്പോ നമ്മൾ ജോലിക്ക് കൂടി തയ്യാറെടുക്കണം. അല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇതിപ്പോ VHSC കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു ജോലിക്ക് കൂടി നമ്മൾ തയ്യാറെടുക്കണം. ഓക്കെ, നോക്കാം. അപ്പൊ ജീവിത വിജയത്തിന് ഇവിടെ നമ്മൾ കണ്ടത് ജീവിത വിജയത്തിന് അടിസ്ഥാനപരമായ ഏറ്റവും വലിയ കാര്യമാണ് ഹാർഡ് വർക്ക്, പരിശ്രമം എന്നുള്ള കാര്യം. ഒരു വ്യക്തി തന്റെ ശ്രമങ്ങൾ എപ്പോൾ നിർത്തുന്നു അപ്പോൾ ആ വ്യക്തി പരാജയപ്പെടുന്നു. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ച ദീശൻ. അപ്പൊ നമ്മുടെ പിന്നിൽ അനന്തമായ ശക്തിയുണ്ട്, മുന്നിൽ അനന്തമായ സാധ്യതകളുണ്ട്, നമുക്ക് ചുറ്റും അതിരുകളില്ലാത്ത അവസരങ്ങളുണ്ട്. എല്ലാവരും പരിശ്രമത്തിലൂടെ നല്ലവണ്ണം പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് നല്ല നിലയിൽ എത്തിക്കുവാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന VHSC ഡിപ്പാർട്ട്മെന്റിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സബ്ജക്ട് കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്റർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ നീറ്റൊക്കെ ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിന്റെ അലോട്ട്മെന്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ കീം ക്വാളിഫൈ ചെയ്ത അതിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി ഷാജി സാർ. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് 10 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സമയമാണ്. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് BSc ഫോറൻസിക് സയൻസിനെ കുറിച്ചാണ്. അപ്പൊ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുള്ളത്, BSc ഫോറൻസിക് കേരളത്തില് അതിന്റെ കോഴ്സ് നടത്തുന്നില്ല. ഏറ്റവും കൂടുതൽ പരസ്യങ്ങളുള്ളതാണ്. BSc ഫോറൻസിക് പഠിച്ചു എന്ന് വിചാരിച്ച് ഒരു ജോലി നമുക്ക് ലഭിക്കുകയില്ല. അതിന്റെ PGയിലേക്കൊക്കെ നമ്മൾ പോകണം. അപ്പൊ MSc ഫോറൻസിക് സയൻസ് പഠിക്കുവാൻ വേണ്ടി BSc ഫോറൻസിക് സയൻസ് ഒന്നും പഠിക്കേണ്ട, അതിന്റെ PG കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം BSc ഫോറൻസിക് സയൻസ് പഠിക്കുവാൻ. സാർ സൈക്കോളജിയെ പറ്റി വിവരിക്കാവോ? സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അവിടെ വേറെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഒരു സൈക്കോളജിസ്റ്റ് ആവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു. ഞാൻ ആ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് അഡ്രസ്സ് അവിടെ കാണിച്ചു. മോൾക്ക് ആ സൈറ്റ് അഡ്രസ്സിൽ പോവുക. എവിടെയെല്ലാം ഇത് പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഇൻഡെക്സ് മാർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ യൂണിവേഴ്സിറ്റിയിലും അതിന്റെ മാർക്കിന്റെ കാൽക്കുലേഷൻ വളരെ ഇൻഡെക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങൾ മക്കളൊന്ന് നോക്കണം കേട്ടോ. പ്ലസ് ടു സയൻസ് മാർക്ക് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താണോ എടുക്കുന്നത്, അതോ ഈ ഓൾ ടോട്ടൽ ആണോ എടുക്കുന്നത്? പ്ലസ് 1 പ്ലസ് 2 കൂടെയാണോ എടുക്കുന്നത്? ടോട്ടലിന്റെ കൂടെ അതിന്റെ ഒരു മാർക്ക് കൂടി കൂട്ടും. ഓൾ ടോട്ടലിന്റെ കൂടെ. ഏതാ മോളെ? ഹലോ സാർ, പറഞ്ഞു. സാർ BASLP പ്രൈവറ്റ് ആയിട്ട് കേരളത്തിൽ പഠിക്കാക്കോ? ഞാൻ പറഞ്ഞല്ലോ മോളെ, അതിന്റെ സൈറ്റ് അഡ്രസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി അതിനെ പറ്റി ഞാൻ ഇനി എന്താ പറയുക?
അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞു. കേൾക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് പറയല്ലേ മോളെ, ഒരു മിനിറ്റ്. ഞാൻ അതിന്റെ സൈറ്റ് അഡ്രസ് കാര്യങ്ങൾ പറഞ്ഞു. അതെ, ഒരു മിനിറ്റ്. എവിടെയെല്ലാം പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അതിന്റെ എല്ലാ സ്ഥാപനങ്ങളിലെ കാര്യങ്ങളും ടീച്ചർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ടീച്ചർ നിങ്ങളിലേക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ എത്തിക്കും കേട്ടോ. മുഴുവൻ സ്ഥാപനങ്ങളും അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ സ്ഥാപനങ്ങളും. ഈ സൈക്കോളജിയുടെ കാര്യം ചോദിച്ചിട്ട് ഒന്ന് കേക്ക്. സൈക്കോളജി വെച്ച ആളെ ഈ +2 ഡിഗ്രി തലത്തില് സൈക്കോളജി പഠിക്കാൻ +2 തലത്തിൽ സൈക്കോളജി ഒന്നും പഠിക്കില്ല. ഓരോ യൂണിവേഴ്സിറ്റിയിലും അതിന്റെ പല വിധത്തിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. +2 തലത്തിൽ സൈക്കോളജി പഠിച്ചവർക്ക് പറയാൻ പറ്റില്ല. ഡിഗ്രി തലത്തിൽ സൈക്കോളജി പഠിച്ചവർക്ക് ഡിഗ്രി പ്രവേശനത്തിന് റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ വെയിറ്റേജ് കിട്ടും. ആ കാര്യം മനസ്സിലാക്കണം. പിന്നെ അതിന് ചില സോഫ്റ്റ് സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും ഇല്ലാത്തവരൊന്നും അതിൽ പോയാൽ വിജയിക്കാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ടാവണം. സിമ്പതി ഉണ്ടാവാൻ പാടില്ല, എമ്പതി ഉണ്ടാവാം. പിന്നെ ആളുകളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സൂര്യ എന്താണ് ചോദിക്കാനുള്ള ചോദിക്കുവാണേ. ഹലോ സാർ, ഞാൻ സൂര്യയുടെ അമ്മയാണേ. സാറേ, ഈ കോഴ്സിനെ കുറിച്ച് ഇതെല്ലാം ഞാൻ ക്ലാസ് കേട്ടു. പക്ഷെ എന്റെ മോള് ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്. ഇപ്പൊ VHSC സ്ക്രൈബ് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, പിന്നെ OPH ആണ്. അല്ല, ഞാൻ ചോദിക്കണത് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ വരുന്നത് സ്കൂളുകളിലൊക്കെയാണ് അതിന്റെ സ്ക്രൈബ് കാര്യങ്ങളൊക്കെ വരുന്നത്. മറ്റതിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഓർത്തോ ആയിരിക്കും, അല്ലെങ്കിൽ ഡഫ് ആൻഡ് ഡംബ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിരിക്കും. ഇതിൽ ഏതിലാണ് അവര് പെടുത്തുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ചില കോഴ്സുകൾക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പൊ അവന് പറഞ്ഞോ. അല്ല സാർ, എന്റെ സംശയം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ കണ്ടെത്താൻ എവിടെങ്കിലും ഹെൽപ്പ് ഉണ്ടോ എന്നാണ് സാറേ. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ എന്റെ മോളുടെ തന്നെ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് VHSC കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സ്. ഡിസബിലിറ്റി ഉണ്ട് അയാൾക്ക് ഓർത്തോയില് 40% ഉണ്ട്, പെർമനന്റ് ഡിസബിലിറ്റി ആണ്. അത് കൂടാതെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. അപ്പൊ നമ്മളെ ഈ തിരുവനന്തപുരത്ത് നിഷ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. നിഷ്, അവിടെ ചില കോഴ്സ് ഉണ്ട്, അതൊന്നും നോക്കണം കേട്ടോ. എവിടെ സാറേ? തിരുവനന്തപുരത്ത് നിഷ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഞാൻ അതിന്റെ പ്രോസ്പെക്ടസ് ഞാനൊന്ന് അയച്ചു തരാം, അതൊന്നും. മറ്റൊരു കാര്യം, ഈ കുട്ടിക്ക് ഉതകുന്ന, എനിക്കിപ്പോ അതിന്റെ ഡിസബിലിറ്റി കാര്യങ്ങൾ കേട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഉതകുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇവരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനം കളയരുത് കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ജോലി കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറന്നു പോകുന്നത് ഇല്ല സാറേ, ഇല്ല. അല്ല, ഞാൻ ഈ എവിടെങ്കിലും ഇവർക്ക് ഒരു പറ്റിയ കോഴ്സ് ഒന്ന് അസസ് ചെയ്ത് കണ്ടെത്താൻ പറ്റിയാൽ അതിന് ചേർക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ 1-2 അടുത്ത് പോയിട്ട് നമുക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അല്ല, ഞാൻ പറയട്ടെ, ഈ ഡിപ്ലോമ കോഴ്സുകളൊക്കെ പറ്റുമോ നോക്കാലോ. അതിന് ഇവർക്ക് ഡിസേബിളിന് മാത്രമായിട്ടുള്ള ചില കോഴ്സുകൾ ഉണ്ടല്ലോ. അതാണ്, അങ്ങനെയുള്ള സെന്ററുകളാണ് ഞാൻ ഇപ്പൊ LBS അന്വേഷിച്ചിരുന്നു. അവർക്ക് ഒരു ഡാറ്റ എൻട്രിയുടെ കൊല്ലത്ത് റീജിയണൽ ഓഫീസിൽ ഉണ്ടെന്നറിഞ്ഞു. അതിന്റെ അഡ്മിഷൻ ഒന്നും ആയില്ല. മറ്റെന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഷോർട്ട് ടൈം കോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ട്? ഇപ്പൊ LBS ഉണ്ട്, CDAC-ലുണ്ട്. അങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ചു. അതുപോലെ പഠിക്കാൻ പറ്റിയെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാപനങ്ങളുണ്ട്, അതൊന്നും അന്വേഷിച്ചു. അത് വേറെ എവിടെങ്കിലും അതിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന്. അതെ, ഞാൻ പോളി അഡ്മിഷൻ എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി നോക്കണം, www.poly admission. അവിടെ ഈ മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കോഴ്സുകൾ, ITA കോഴ്സുകളുണ്ട്, അനവധി ITA കോഴ്സുകൾ. ഞാനത് ചിലപ്പോ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൽ പറയാതെ. ഇല്ല, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല സർ. ഞാൻ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാനത് ഡീറ്റെയിൽ തരാം. സാറിന്റെ നമ്പർ ഒന്ന്. തന്നെ ഞാൻ പറഞ്ഞത് ക്ലാസ് കേട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം നമ്പർ കാണിച്ചു? 944 66 87 357. ഓക്കെ താങ്ക് യു സാർ. ഞാനത് എനിക്ക് ഈ ഇവരുടെ ഡിസബിലിറ്റിയുടെ ഇത് നമുക്ക് ഇപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണെങ്കിൽ കണ്ടാലപ്പൊ പറയായിരുന്നു.
അല്ല സാറ് സാറ് ഫ്രീ ആവുന്ന ഒരു സമയം പറഞ്ഞാൽ അപ്പൊ വിളിക്കായിരുന്നു സാറേ. വിളിച്ചോ കുഴപ്പമില്ല. നാളെ വേണ്ട, ഞായറാഴ്ച വേണ്ട. ശരി, ബിനു ജോൺ. താങ്ക് യു. ഹലോ സാറേ. പറഞ്ഞോ. സാറേ, ഞാൻ BHSC പഠിച്ച ബിൻഷയുടെ ഫാദറാ കേട്ടോ. അവരൊന്നും ഞാൻ അറിയില്ല. അത് താമരക്കുടി സ്കൂളിലാ. അപ്പൊ ഇവർക്ക് ഈ BSc നഴ്സിംഗിന് പഠിക്കേണ്ടുന്നതിന് ഇവർക്ക് എത്ര ശതമാനം മാർക്കാണ് ഓൾറെഡി വേണ്ടുന്നത്? ഞാൻ എന്റെ ക്ലാസ് എടുത്തൊന്നും പ്രയോജനം 50% മാർക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയതേ സാറേ. കുഴപ്പമില്ല. അതിന്റെ ഞാനേ കഴിഞ്ഞ വർഷത്തെ ഈ പ്രോസ്പെക്ടസ് എന്ന് പറയും, അത് ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ടീച്ചർ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. അതൊന്ന് വായിച്ചു. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏതൊക്കെയുള്ള ഈ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മുഴുവനും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഓക്കെ സാർ, താങ്ക് യു. എല്ലാ സ്കൂളുകളിലെയും കരിയർ ഗൈഡൻസിന്റെ ടീച്ചേഴ്സിന് ഈ ഡീറ്റെയിൽസ് അടുത്ത ദിവസം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സ്കൂളിലെ കരിയർ ഗൈഡൻസിന്റെ ടീച്ചറിനോട് ചോദിച്ചാൽ ഈ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഓക്കെ. ഇപ്പൊ കണ്ടില്ലേ, BSc നഴ്സിംഗ് ഗവൺമെന്റ് കോളേജുകൾ ഓരോന്ന് കണ്ടില്ലേ, എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, കൊല്ലം ജില്ലയിൽ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. എല്ലാം ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കൊടുക്കട്ടോ. അതുപോലെ തന്നെ പാരാമെഡിക്കലിനെ പറ്റിയുള്ളതും ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും സാറിന്റെ നമ്പർ എന്നോട് പറയണേ. നമ്പറ് ഞാനിവിടെ ചാറ്റ് ചെയ്താൽ മതിയോ? ഇനിയിപ്പോ എല്ലാവരും നിങ്ങൾ ചോദിക്കില്ലേ? ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷാജു. സാർ, നീറ്റ് ഇല്ലാതെ വെറ്റിനറി കോഴ്സ് ഏതെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീറ്റ് ഇല്ലാതെ, നീറ്റിലൂടെ 15% സീറ്റുകൾ മറ്റുള്ള കോളേജുകൾ, കേരളത്തിന് പുറത്തുള്ള കോളേജിലൊക്കെ അവരൊക്കെ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ സാർ. സാർ, ഈ ഡിപ്ലോമ കോഴ്സിന് വാല്യൂ ഉണ്ടോ ഇപ്പം? ഏത് ഡിപ്ലോമയ്ക്ക്? DMLT വാല്യൂ ഉണ്ടോന്നോ? ഈ അതിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ, പിന്നെ വാല്യൂ ഉണ്ടോന്ന് നോക്കുന്നത് എന്താണ്? എവിടെയെങ്കിലും കേട്ടോ ഇല്ലാന്നുള്ളത്? ഇപ്പൊ അങ്ങനെ വാല്യൂ ഇല്ലാന്ന് പറയുന്നു. ആ പറഞ്ഞവനോട് ചോദിച്ചു ഇതെന്താണ് പറയാൻ കാരണം. എല്ലാ കോഴ്സുകളിലും വാല്യൂ ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ VHS നിങ്ങൾ SLC കഴിഞ്ഞ് കൊണ്ട് ചേർത്തു, നിങ്ങൾ എങ്ങനെ പഠിച്ചു അതുപോലെ ഇരിക്കും. അപ്പൊ VSSC ഇപ്പൊ മോള് അഗ്രികൾച്ചർ പഠിച്ചു, ഒരു മാർക്ക് കുറഞ്ഞു. അപ്പൊ പിന്നെ നാളെ പറയാണ് ഇതിന് വാല്യൂ കുറവാന്ന് പറഞ്ഞ പിന്നെ എന്ത് പറയാൻ പറ്റും? പോണോന്നായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞ ഏതിനാ മോളെ? DMLT ഡിപ്ലോമ. എത്ര ശതമാനം മാർക്കുണ്ട്? 80. 80%. TTC കോഴ്സിന് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്. ഇതെന്താ അങ്ങനെയൊക്കെ ചോദിക്കണം നിങ്ങള്? ഒരു അധ്യാപകനാകണമെങ്കിൽ TTC കോഴ്സ് പഴയ പേര്, അതിന്റെ പേര് മാറ്റിയ കാര്യം ഞാൻ കാണിച്ചെന്നില്ല. DELD എന്ന് പറഞ്ഞൊരു കോഴ്സ് ആണ്, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. പഠിക്കേണ്ട വിധം സൈറ്റ് ഒക്കെ ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് പോലെ ഇത് മൊബൈൽ ഓൺ ചെയ്തിട്ടിട്ട് പോയി തോന്നുന്നില്ലേ? നീറ്റ് എക്സാം എഴുതി നഴ്സിംഗ് കിട്ടുമെങ്കിൽ എത്ര % മാർക്ക് വേണം? അതുകൊണ്ട് ഉത്തരം ഞാൻ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണേ മോളെ? എത്ര പേര് നീറ്റ് പരീക്ഷ എഴുതി BSc നഴ്സിംഗിന് പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ഓൺലൈൻ 8 സ്ഥലങ്ങളിൽ മാത്രമാണ്, 8 സ്ഥാപനങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ വർഷം നീറ്റ് എടുത്തത് കേട്ടോ. കേരളത്തിന് നീറ്റിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു നഴ്സിംഗ് പഠിക്കണേന് കേട്ടോ. സാറേ, ഇപ്പൊ BBSc കോഴ്സുകൾ നമുക്ക് കേരളത്തിന് ചെയ്യാൻ പറ്റുമോ? ഏതാ? കേട്ടില്ല. ഇപ്പൊ എൻട്രൻസ് എഴുതാതെ BVSc ബാച്ചുലർ ഓഫ് വെറ്ററിനറി സയൻസ് നമുക്ക് കേരളത്തിന് വെളി ചെയ്യാൻ പറ്റുമോ? കേരളത്തിന് വെളിയിലുണ്ട്, കുറെ കോളേജുകളൊക്കെ ഉണ്ട്. അത് എൻട്രൻസ് ഇല്ലാതെ, നീറ്റ് ഇല്ലാതെ? അത് അവരെന്താ, അതായത് കോളേജുകളിൽ എങ്ങനെയാണ് അവരുടെ പ്രൊസീജിയർ നോക്കണം. പൈസയാണോ അതോ അവരുടെ ഏതെങ്കിലും ആ സംസ്ഥാനത്തിലെ ഏതെങ്കിലും പരീക്ഷ ഉണ്ടോ എന്നും നോക്കണം. അവര് പല പല കാര്യങ്ങളായിരിക്കും ഈ കേരളത്തിൽ പുറത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ 15% സീറ്റുകളാണ് ആ പരീക്ഷയിലൂടെ നികത്തുന്നത്. അത് വെറ്റിനറി കൗൺസിലാണ് നികത്തുന്നത്. ബാക്കി 55% കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണർ.
ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം കഴിഞ്ഞു. ഇനിയുള്ള ഡൗട്ടുകൾ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇത്ര നേരം കേട്ടിരുന്നല്ലോ. ഡയറ്റീഷ്യൻ കോഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സർ, എന്ത് പഠിക്കണം എന്ന്. അത് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ഉണ്ടല്ലോ. അത് ഏതെല്ലാം കോളേജിലാണ് പഠിപ്പിക്കണമെന്നൊന്ന് നോക്കണം. കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിന് എത്ര പെർസെന്റേജ് മാർക്ക് വേണം? ഏതിനാ മോളെ? ഡിപ്ലോമ കോഴ്സിന്. ഡിപ്ലോമ കോഴ്സിന് ഞാൻ ഓരോന്നിന്റെ പെർസെന്റേജ് ഞാൻ കാണിച്ചായിരുന്നു. കണ്ടില്ലായിരുന്നു അതിൽ ഓരോന്നിനും കാണിച്ച്. ഞാൻ ഇനി ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ടീച്ചറോടൊന്ന് വായിച്ചൊന്ന് നോക്കണോളെ. ഞാൻ അത് പിന്നെ ഞാൻ വീണ്ടും പറയണോ? ഓക്കെ, നമ്മള് ഇപ്പൊ സാറ് കേൾക്കാമല്ലോ അല്ലെ? പ്രസന്റ് ചെയ്ത കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ബാക്കി കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുടെ സ്കൂളിലെ കരിയർ ഗൈഡൻസിന്റെ ടീച്ചർ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കപ്പോ ഏകദേശം മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാറിന്റെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് എഴുതിയെടുക്കുക, സാറിനെ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡൗട്ട്സ് നമുക്കിപ്പോ ഈ പ്ലാറ്റ്ഫോം ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമായി. അപ്പൊ ഒരു ഔദ്യോഗികമായി നന്ദി പറയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയ റിയാസ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും വ്യക്തമായി, അതായത് ഓരോ സ്ലൈഡിലും അതിന്റെ സൈറ്റ് അഡ്രസ് അടക്കം വളരെ സരസമായി ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈവൻ പാരന്റ്സ് അടക്കം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം, GRE, TOEFL, അങ്ങനെ PSC എഴുതുമ്പോൾ ഉള്ള സകല കാര്യങ്ങളും വ്യക്തമായി നമുക്ക് കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു തന്ന ഷാജു സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ കൊല്ലം CGCC യൂണിറ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഈ പ്രോഗ്രാമിന് നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മാത്യു അബ്രഹാം സാർ, മറ്റ് കരിയർ ഗൈഡൻസ് എന്നെ ഹെൽപ്പ് ചെയ്ത കരിയർ ഗൈഡൻസ് ടീച്ചേഴ്സ്, പിന്നെ നിങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഏറ്റവും വിജയകരമായി, ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലമാണ് നമുക്ക് മുഴുവൻ ആൻസർ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോ അതെല്ലാം വളരെ നന്നായി പങ്കെടുത്ത നിങ്ങൾ കുട്ടികൾക്കും അതുപോലെ പാരന്റ്സിനും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൂടാതെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന VHSE ടെക്നിക്കൽ സെൽ ഉദ്യോഗസ്ഥർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.